ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. അതിമനോഹരവും അതിരസകരവും അതിരോമാഞ്ചകരവുമായിട്ടുള്ള രാമായണത്തിലേക്ക് നമുക്ക് കിടക്കാം. രാമനവമിയോടനുബന്ധിച്ച് ഞായറാഴ്ച രാമനവമിയാണ്. ശ്രീരാമചന്ദ്രമൂർത്തിയുടെ അതിമനോഹരവും അതിപാവനവുമായിട്ടുള്ള ചരിതം നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യം ഭഗവാന്റെ കീർത്തനം പാടി നമുക്ക് സത്സംഗം ആരംഭിക്കാം. ആദ്യം ഭക്തിയിലുള്ള എല്ലാ വിഘ്നങ്ങളും അകറ്റാൻ നരസിംഹഭഗവാനെ പ്രാർത്ഥിച്ച് നമുക്ക് സത്സംഗം ആരംഭിക്കാം. ഇതുവരെ രാമായണം ഇവിടം വരെ എത്തി. നമുക്ക് എല്ലാവർക്കും അറിയാം, നാരദ മഹർഷി വാൽമീകി ഋഷിയുടെ ആശ്രമത്തിലേക്ക് എത്തി. അന്നേരം വാൽമീകി ഋഷി നാരദ മഹർഷിയോട് ചോദിക്കുകയാണ്, പുരുഷന്മാരിൽ ഏറ്റവും ഉത്തമൻ ആരാണ്? പുരുഷോത്തമൻ ആരാണ്? അല്ലേ? പുരുഷോത്തമനായിട്ട് ഒരേ ഒരാളേ ഉള്ളൂ, ശ്രീരാമചന്ദ്രമൂർത്തി. അന്നേരം ഇപ്പോഴും അദ്ദേഹമുണ്ട്, ഈ ഒരു യുഗത്തിൽ അദ്ദേഹമുണ്ട് എന്ന് പറഞ്ഞ് നാരദ മഹർഷി ആ ശ്രീരാമനെക്കുറിച്ച് കേട്ടപ്പോൾ തന്നെ നാരദ മഹർഷി സ്തംഭിച്ചു പോയി, രോമാഞ്ചം കൊണ്ട്. കാരണം രാമനെക്കുറിച്ച് കേൾക്കുമ്പോഴേ മേലാകെ കോരിത്തരിക്കും. രാമൻ്റെ ഗുണങ്ങളെക്കുറിച്ച് കേട്ടപ്പോഴും രാമനെ പോലെ വീര്യവും ശൗര്യവും അദ്ദേഹത്തിൻ്റെ ആ തേജസ്സും അദ്ദേഹത്തിൻ്റെ ആ വിനയത്വവും അദ്ദേഹത്തിൻ്റെ ആ ഗാംഭീര്യവും, അദ്ദേഹത്തെ എല്ലാവരും ഭയപ്പെടുന്നു. പക്ഷേ അതേ സമയത്ത് അദ്ദേഹത്തിന് കോപത്തിൽ നിയന്ത്രണമുണ്ട്. അങ്ങനെ എല്ലാവിധ സദ്ഗുണ സമ്പന്നനായിട്ടുള്ള ശ്രീരാമനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നാരദ മഹർഷി രോമാഞ്ചം കൊണ്ടു. നാരദ മഹർഷി കുറേ നേരം മിണ്ടാതെ ഇരുന്നു. അതിനുശേഷം പറഞ്ഞു, അങ്ങയുടെ ഈ ചോദ്യത്തിനെല്ലാം ഉത്തരം ഒരേ ഒരു വ്യക്തിയാണ്, അത് രാമനാണെന്ന് പറഞ്ഞു. എന്നിട്ട് ശ്രീരാമൻ്റെ ചരിതം മുഴുവൻ പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേട്ടപ്പോൾ വാൽമീകി ഋഷി വലിയ സന്തോഷമായി. അങ്ങനെ ആ രാമചരിതം എഴുതാനായിട്ട് അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ രാമനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ തമസാ നദിയുടെ അവിടെ പോയി കുളിക്കാൻ പോവുകയായിരുന്നു. കുളിക്കാൻ പോകുന്ന സമയത്ത് 2 ക്രൗഞ്ച പക്ഷി തമ്മിൽ ഇണചേരുന്നതായിട്ട് കണ്ടു. അന്നേരം ആ ഒരു ആൺപക്ഷിയെ ഒരു വേടൻ അമ്പ് ചെയ്ത് കൊല്ലുകയാണ്. ഇത് കണ്ട ഉടനെ നിനക്കൊരിക്കലും മനസ്സമാനം കിട്ടാതെ പോട്ടെ എന്ന് പറഞ്ഞൊരു ശാപം കൊടുത്തു. പക്ഷെ ആ ശാപം കറക്റ്റ് ഒരു കവിത പോലെയാണ് വന്നത്. അന്നേരം വാൽമീകി ഋഷി അത്ഭുതപ്പെട്ടു പോയി. ഞാൻ രാമനെക്കുറിച്ച് എഴുതാൻ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവമാണല്ലോ കണ്ടത് എന്ന് പറഞ്ഞ്, എന്നിട്ട് എൻ്റെ വായിൽ നിന്നൊരു ശാപത്തിൽ നിന്നാണല്ലോ തുടങ്ങിയത്. അന്നേരത്തേക്ക് ഉടൻ തന്നെ ബ്രഹ്മദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഇത് നിൻ്റെ വാക്കുകളല്ല, എൻ്റെ വാക്കുകളാണ്. ഞാൻ തന്നെയാണ് നിൻ്റെ ഉള്ളിൽ ആ ഒരു വാക്കുകൾ നിറച്ചത്. കാരണം ഈ ഒരു കവിതയുടെ ഈ ഒരു ശ്ലോകത്തിൻ്റെ രീതിയിൽ തന്നെ ആയിരിക്കണം രാമായണം രചിക്കേണ്ടതെന്ന് പറഞ്ഞു. അന്നേരം വാൽമീകി ഋഷി പറയുവാണ്, എന്താണ്? ഒരു കാവ്യം രചിക്കണമെങ്കിൽ ജീവദയ വേണം. ജീവജാലങ്ങളോട് ദയ ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് കാവ്യം രചിക്കാൻ പറ്റൂ എന്നാണ് പറഞ്ഞത്. അന്നേരം രാമായണം തുടങ്ങുന്നത് തന്നെ ജീവദയിൽ നിന്നാണ്. അന്നേരം ആ ഒരു ജീവദയിൽ നിന്ന് തുടങ്ങിയതാണ് രാമായണ കാവ്യം. അങ്ങനെ ആ രാമായണം അദ്ദേഹം രചിച്ചു. അതിനുശേഷം അദ്ദേഹം ധ്യാനനിമഗ്നനായിട്ട് അയോധ്യയിലെ കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹം രചിച്ചു. അതിനുശേഷം ഇത് ആരാണ് മുന്നോട്ട് ഈ രാമായണ ചരിതം ലോകം മുഴുവൻ പ്രചരിപ്പിക്കേണ്ടത് എന്നിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ലവകുശന്മാർ, ശ്രീരാമ ഭഗവാന്റെ മക്കൾ തന്നെ, ആ ഒരു ആശ്രമത്തിൽ ഉള്ള കാര്യം അദ്ദേഹം ഓർത്തത്. അങ്ങനെ അവർക്കത് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അവർ എല്ലാ സ്ഥലങ്ങളിലും പോയി ഇങ്ങനെ പ്രചരിപ്പിച്ചു. അവസാനം അയോധ്യയിലും അവരെത്തി. അയോധ്യാവാസികളെല്ലാം രാമായണം കേൾക്കുന്നതായിട്ട് ഭഗവാൻ മനസ്സിലാക്കിയപ്പോൾ ആ സഭയിൽ തന്നെ ഭഗവാൻ വിളിച്ചിരുത്തി ലവകുശന്മാരിൽ നിന്നും ഭഗവാൻ സ്വയം രാമായണം കേൾക്കുകയാണ്. ആ ഒരു രാമായണമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. അന്നേരം അയോധ്യ കാണിക്കുകയാണ്. ഏറ്റവും സമ്പദ് സമൃദ്ധിയിൽ നിൽക്കുന്നു അയോധ്യ രാജ്യം. അയോധ്യയിൽ എല്ലാവർക്കും ആർക്കും ഒരു കുറവുമില്ല. എല്ലാം സമ്പദ് സമൃദ്ധിയിൽ നിൽക്കുന്ന ആ ഒരു സമയം. പക്ഷേ ദശരഥ മഹാരാജാവിന് ഒരു സന്തോഷമില്ല. കാരണം എന്താ? മക്കളില്ല. അന്നേരം അദ്ദേഹം ഋഷിമാരോടെല്ലാം ചോദിച്ചു, എന്താണ് ഒരു പോംവഴി? അശ്വമേധ യാഗം ചെയ്യാം എന്ന് വിചാരിച്ചപ്പോൾ അവരെല്ലാവരും പറഞ്ഞു, ഋഷ്യശൃംഗൻ വന്നേ പറ്റൂ. ഋഷ്യശൃംഗൻ ചെയ്തെങ്കിലേ എല്ലാം ശരിയാവും. പക്ഷെ ഋഷ്യശൃംഗനെ ആര് കൊണ്ടുവരും? കാരണം ഇതിനെക്കുറിച്ച് ഉടൻ തന്നെ സുമന്ത്രൻ പറയുകയാണ്, ഇവിടെ 4 കുമാരന്മാർ ഒരു പ്രവചനം ചെയ്തു. എന്താണ് പറഞ്ഞത്? ഋഷ്യശൃംഗൻ വന്ന് അശ്വമേധ യാഗം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 പുത്രന്മാരുണ്ടാവും പറഞ്ഞു. എന്നാൽ ഈ പൂച്ചയ്ക്കാരും മണികെട്ടും എന്നുള്ളൊരവസ്ഥയിൽ എല്ലാവരും ഇരിക്കുമായിരുന്നു. അന്നേരത്തേക്കാണ് ഈ ഒരു സംഭവം, ഒരു സുമന്ത്രൻ അതിരസകരമായിട്ടുള്ള ഋഷ്യശൃംഗൻ്റെ കഥ പറഞ്ഞു കൊടുക്കുന്നത്. അതിന് നമുക്ക് വഴിയുണ്ട്. കാരണം അങ്ങയുടെ പുത്രി ആരാണ്? ശാന്ത രോമപാത മഹാരാജാവിൻ്റെ മകളായിട്ട് അവിടെ
വസിക്കുന്ന സമയത്ത് തന്നെ അവിടെ ഒരു സംഭവം ഉണ്ടായി. എന്താണ്? അവിടെ വരൾച്ച വന്നു. ബ്രാഹ്മണ ശാപത്താൽ അവിടെ ഒന്നും മഴ പെയ്യുന്നില്ല. അന്നേരം അവിടെ ബ്രാഹ്മണരെല്ലാം പറഞ്ഞു, ബ്രാഹ്മണ ശാപത്താലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഋഷ്യശൃംഗന്റെ കാല് പതിച്ചു കഴിഞ്ഞാൽ, ഈ രാജ്യത്തിൽ ഋഷ്യശൃംഗൻ കാല് കുത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് സംഭവിക്കും? മഴ പെയ്തിരിക്കും, ദേവേന്ദ്രൻ അനുഗ്രഹം വർഷിക്കും എന്ന് മനസ്സിലാക്കി. അങ്ങനെ രോമപാദ മഹാരാജാവ് എങ്ങനെ ഋഷ്യശൃംഗനെ, കാരണം വിഭാണ്ഡകൻ ഒരിക്കലും അനുവദിക്കത്തില്ല ഋഷ്യശൃംഗനെ വേറെ എങ്ങും വിടാൻ. കാരണം അദ്ദേഹത്തിൻ്റെ തപസ്സിളക്കാനായിട്ട് ദേവേന്ദ്രൻ അപ്സരസുകളെ അയച്ചിരുന്നു. അവസാനം അദ്ദേഹത്തിൻ്റെ വീര്യം കൊടുക്കേണ്ടി വന്നു. കാരണം അദ്ദേഹം ബ്രഹ്മചര്യ വ്രതത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ ഒരു അപ്സരസ് വന്നിട്ട് അദ്ദേഹത്തിനോട് വരം ചോദിച്ചു. കാരണം അത്രയ്ക്ക് സേവനമൊക്കെ ചെയ്ത്, അതായത് അദ്ദേഹത്തിന്, വിഭാണ്ഡകന് പൊതുവെ വൈദിക മന്ത്രങ്ങൾ കേൾക്കുന്നത് വളരെ ഇഷ്ടമായിരുന്നു. എന്നിട്ട് അദ്ദേഹം ധ്യാനനിമഗ്നായിട്ട് ഇരുന്നപ്പോൾ ഒരു അപ്സരസ് അതിമനോഹരമായിട്ട് വേദമന്ത്രങ്ങൾ ഉച്ചരിക്കുന്നു. അന്നേരം കേൾക്കുന്ന ഇത് കേട്ടിട്ട് അദ്ദേഹം വളരെ സന്തോഷത്തിൽ പറഞ്ഞു, നീ നല്ല രീതിയിൽ വേദമന്ത്രങ്ങളൊക്കെ ഉച്ചരിക്കുന്നുണ്ടല്ലോ, എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ. ചോദിച്ചത് അബദ്ധമായി പോയി. കാരണം ഇദ്ദേഹത്തിന് മുമ്പിൽ ഡാൻസ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഇദ്ദേഹം വിശ്വാമിത്രനല്ല. ഡാൻസ് കളിച്ചാൽ ഉടനെ ശപിച്ചു. അതുകൊണ്ട് അങ്ങനെയൊന്നും ഇദ്ദേഹം വീഴത്തില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അപ്സരസ് വേറെ ബുദ്ധിപരമായിട്ട് എന്താ ചെയ്തത്? അപ്സരസ് നേരെ ഇദ്ദേഹത്തിന് വേദമന്ത്രങ്ങൾ ഉച്ചരിക്കുന്നത് നല്ലതുപോലെ വളരെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കി വളരെ രാഗത്തിലും കറക്റ്റ് മീറ്ററിലും അദ്ദേഹം ആ ഒരു അപ്സരസ് വൈദിക മന്ത്രമൊക്കെ ഉച്ചരിക്കാൻ തുടങ്ങി. കേട്ടപ്പോൾ വിഭാണ്ഡകന് വലിയ ഇഷ്ടമായി. വിഭാണ്ഡൻ പറഞ്ഞു, നീ നല്ല രീതിയിൽ വേദമന്ത്രങ്ങളൊക്കെ ഉച്ചരിക്കുന്നുണ്ട്, നന്നായിട്ടുണ്ട് കേട്ടോ, എന്താണ് വരം വേണ്ടതെന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ്, എനിക്ക് അങ്ങയുടെ വീര്യം വേണമെന്ന്. എനിക്ക് അങ്ങയിലൊരു കുട്ടി, ക്ഷമിക്കണം, എനിക്ക് അങ്ങയിലൊരു കുട്ടിയെ വേണമെന്നാണ് പറഞ്ഞത്. അന്നേരത്തേക്ക് വിഭാണ്ഡകന് വലിയ ദേഷ്യമായി. വിഭാണ്ഡകൻ പറഞ്ഞു, എന്താണ് നീ പറഞ്ഞത്, എന്നാ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ യോഗബലത്താൽ, അന്നേരം നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ ഋഷിവര്യന്മാരൊക്കെ പൊതുവെ നമ്മുടെ ഇന്നത്തെ യുഗങ്ങളിലും അതൊക്കെ പൊതുവെ ആ ആണും പെണ്ണും ഒന്നു ചേരുമ്പോഴാണ്, ആ ഒരു രീതിയിലാണ് ആ ഒരു കുട്ടികളും അതൊക്കെ വരുന്നത്. പക്ഷേ അവരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ തപസ്വികളാണ്, ഭയങ്കര തപോബലമുള്ളവരാണ്. അദ്ദേഹം ധ്യാനത്തിൽ ഇരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ശുക്ലം കയ്യിൽ വന്നു. ആ ശുക്ലം നേരെ അപ്സരസിൻ്റെ കൈ കൊണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ തപോബലം കൊണ്ട് അത് തിളക്കി വരുന്നു. അത്രയ്ക്ക് ഭയങ്കര ചൂട് കാരണം ആ അപ്സരസിന് സഹിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് അതെടുത്ത് താഴെ ഇട്ടിട്ട് ഒറ്റ ഓട്ടോ, അല്ലെങ്കിൽ ഇനി ശാപം കിട്ടും എന്ന് പറഞ്ഞിട്ട് അപ്സരസ് ഓടി. ആ സമയത്ത് ഒരു മാൻപേട ആ ഒരു വഴി വരികയും ആ മാൻപേട ആ ഒരു വീര്യത്തെ അകത്താക്കുകയും അങ്ങനെയാണ് ഋഷ്യശൃംഗൻ്റെ ജനനം. അങ്ങനെ ജനിച്ചപ്പോഴേ ഒരു കൊമ്പുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ ഋഷ്യശൃംഗൻ ജനിക്കുകയാണ്. അങ്ങനെ ഋഷ്യശൃംഗനെ ആ ഒരു ആശ്രമ പ്രദേശത്തിൽ തന്നെ ആ മാൻപേട പ്രസവിക്കുകയും, എന്നാൽ ഇതൊക്കെ നടക്കുന്ന കാര്യമാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഇതൊന്നും സാധാരണ വ്യക്തികളല്ല. യുഗങ്ങളെ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും ബ്രഹ്മാണ്ടങ്ങളെ പോലും നശിപ്പിക്കാൻ പറ്റും അവരുടെ തപോബലം കൊണ്ട്. ഈ തപസ്, ഒരു തപസ്വിയുടെ തപോബലം ഭഗവാൻ തന്നെയാണ് കൊടുക്കുന്നത്, ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. കാരണം അത്രയ്ക്ക് തപസ് ചെയ്തവരാണ് അവർ, അർഹിക്കുന്നു അത്രയും തപോബലം. എന്തിനു വേണ്ടി? അവർ തപസ് ചെയ്യുന്നത് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് അവരുടെ സംരക്ഷണത്തിന് വേണ്ടി ഭഗവാൻ എപ്പോഴും അവർക്ക് തപോബലവും യോഗബലവും ഒക്കെ കൊടുക്കുന്നുള്ളതാണ്. അന്നേരം വിഭാണ്ഡകൻ അത്രയ്ക്ക് വലിയ ശക്തിശാലിയാണ്. അദ്ദേഹത്തിന് ഇത്രയും വർഷത്തെ തപസ്സും ഒക്കെ ഇരിക്കുകയാണ്. അന്നേരത്തേക്ക് ആ ഒരു തപോബലത്തിൽ നിന്ന് വന്ന കുട്ടിയാണ് ആര്? ഋഷ്യശൃംഗൻ. അന്നേരം അദ്ദേഹം വിചാരിച്ചു, ഇനി എൻ്റെ മകനെങ്കിലും ഒരു പ്രശ്നം വരരുത്, ഒരു ആപത്ത് വരരുത് എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൻ്റെ ചുറ്റിൽ ആരെയും അനുവദിച്ചിട്ടില്ല. ഋഷ്യശൃംഗനെ പോലും എങ്ങും പുറത്തു വിടത്തില്ലായിരുന്നു. അങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ സംഭവിച്ചത്. ഉച്ചയ്ക്കലത്തെ സത്സംഗത്തിൽ നമ്മൾ ചർച്ച ചെയ്തു. ഋഷ്യശൃംഗനെ കാണാൻ ആരും വരത്തില്ലായിരുന്നു. ഋഷ്യശൃംഗൻ ആകെ കണ്ടിട്ടുള്ള ഒരേ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അച്ഛനെയായിരുന്നു. അങ്ങനെ വലിയൊരു ബ്രഹ്മചാരിയായിട്ട് തന്നെ ഋഷ്യശൃംഗനെ വളർത്തുകയാണ് വിഭാണ്ഡകൻ. ആ സമയത്താണ് അവിടെ രോമപാദൻ മറ്റ് ഋഷിമാരുമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഈ ഒരു രാജ്യത്തിലുള്ള വരൾച്ചയൊക്കെ എങ്ങനെ മാറ്റാമെന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഋഷിമാരെല്ലാം പറഞ്ഞ് എങ്ങനെയെങ്കിലും ഋഷ്യശൃംഗനെ ഇവിടെ കൊണ്ടുവന്നേ പറ്റൂ, ഋഷ്യശൃംഗനും ശാന്തയുമായിട്ട് വിവാഹം നടത്തണം. കാരണം ഋഷ്യശൃംഗൻ തിരിച്ചു പോയി കഴിഞ്ഞാൽ വീണ്ടും മഴ പോവും.
അതുകൊണ്ട് ഋഷിശൃംഗൻ ഇവിടെ തന്നെ നിൽക്കണം, എങ്കിൽ മാത്രമേ ദേവന്മാരെല്ലാം സന്തോഷിക്കൂ. കാരണം അത്രയ്ക്ക് സദ്ഗുണ സമ്പന്നനാണ് ആര്? ഋഷിശൃംഗൻ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം ഋഷിശൃംഗനെ കൊണ്ടുവരാൻ വേണ്ടി ഒരേ ഒരു വഴിയേ ഉള്ളൂ. നമ്മളൊക്കെ പോയി വിളിച്ചു കഴിഞ്ഞാൽ ശാപം ഹോൾസെയിലായിട്ട് കിട്ടും. ആരിൽ നിന്ന്? വിവാണ്ടകൻ. അതുകൊണ്ട് നമ്മൾ ആരാ പറയാ? ഋഷിമാർക്ക് പോലും പേടിയാണ് വിഭാണ്ഡകനെ. ഒന്ന് ആലോചിച്ചോളെ. അന്നേരം ഋഷിമാരെല്ലാവരും കൂടെ വിചാരിച്ചു, നമ്മളെല്ലാവരും കൂടെ രാജാവേ, ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ, ദേവദാസികളെ കുറച്ചു പേരെ വിടുക. അവരെങ്ങനെയെങ്കിലും കളിച്ചും ചിരിപ്പിച്ചും ഇദ്ദേഹത്തെ കൊണ്ടുവരണം, അല്ലാതെ വേറൊരു വഴിയില്ല. അങ്ങനെ ദേവദാസികളെ വിളിച്ച് പ്രത്യേകം പറഞ്ഞു കൊടുത്തു, ഇതാണ് നമ്മുടെ ടാർഗറ്റ്, മിഷൻ ഇമ്പോസിബിൾ, ഇതാണ് മിഷൻ. നമ്മുടെ മിഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഋഷിശൃംഗനെ ഇവിടെ കൊണ്ടുവരിക, രാജ്യത്തിന് നിങ്ങളുടെ സേവനത്തിൻ്റെ ആവശ്യമുണ്ട് എന്നാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം ആ രാജ്യത്തിനോട് കൂറ് കാണിക്കുകയാണ് അവർ. വലിയ രാജ്യസ്നേഹം കൊണ്ടാണ് അവർ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ പൊതുവെ പണ്ടത്തെ സിനിമയിൽ കാണിക്കുന്ന പോലെ അതൊന്നുമല്ല. അതൊക്കെ ഒരു തെറ്റായിട്ടുള്ള ഒരു വ്യാഖ്യാനിക്കപ്പെട്ട ഒരു കഥയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല. യഥാർത്ഥത്തിൽ അവരെല്ലാം ഒറ്റ ടീം വർക്കായിരുന്നു. എന്തിനു വേണ്ടി? ചതിക്കാൻ വേണ്ടിയല്ല, രാജ്യം മുന്നോട്ട് പോകണ്ടേ. പിന്നെ മുന്നോട്ട് ഭഗവാന്റെ കഥകളും ഭഗവാൻ വരണമെങ്കിലും ഋഷിശൃംഗനും ശാന്തയായിട്ടുള്ള വിവാഹം നടക്കണം, യജ്ഞം നടക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. അന്നേരം ഇതെല്ലാം മുൻകൂട്ടി മനസ്സിലാക്കി എല്ലാവരും കൂടെ ഒന്നിച്ച് ദേവദാസികൾ അവിടെ ചെല്ലുകയും ദേവദാസികൾ മുനിപുത്രന്മാരാണെന്ന് വിചാരിച്ച് ഋഷിശൃംഗൻ അവരുമായിട്ട് സൗഹൃദത്തിലാവുകയും അങ്ങനെ ഋഷിശൃംഗൻ്റെ ആശ്രമത്തിലേക്ക് ദേവദാസികളെ വിളിക്കുകയും അങ്ങനെ ദേവദാസികൾ മുനിവേഷത്തിൽ വന്ന് അവിടെ ഇരിക്കുകയും അവരെല്ലാം ഭക്ഷണം കഴിക്കുകയും വിവാണ്ടകൻ എത്തുന്നതിന് മുമ്പേ സ്ഥലം വിട്ടു അവർ. എന്നിട്ട് നേരെ ഋഷിശൃംഗനെ അവരുടെ ആശ്രമത്തിലേക്ക് വിളിച്ചു. അവിടെ ആശ്രമത്തിൽ ഇതിന് പോകുന്നതിന് മുമ്പേ ദേവദാസികൾ ആ ഋഷിശൃംഗനുമായി ആലിംഗനം ചെയ്യുകയും അന്നേരം ആലിംഗനം ചെയ്ത സമയത്ത് ഋഷിശൃംഗന് അകത്തുനിന്നുള്ള ആ ഒരു കാമമൊക്കെ ഉണർന്നു. ഇതുവരെ അങ്ങനെ ഒരു വികാരം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇല്ലായിരുന്നു. കാരണം അങ്ങനെ ഒരു അവസരമോ ആ ഒരു സാഹചര്യമോ ഒരിക്കലും വന്നിട്ടില്ലായിരുന്നു. ഇതാണ് നമ്മൾ ഇന്ന് ഉച്ചയ്ക്കും ചർച്ച ചെയ്തത്. പൊതുവേ 5 വയസ്സ് മുതൽ 25 വയസ്സ് വരെ പൊതുവെ കുട്ടികൾ ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിക്കും. ലൈംഗികപരമായിട്ടുള്ള ഒരു ചിന്തകളോ സാഹചര്യമോ കുട്ടികളുടെ ഇടയിൽ വരാൻ പാടില്ല ഈ ഒരു പ്രായത്തിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ദിശ തെറ്റിപ്പോവും, വഴിതെറ്റിപ്പോവും. അവർ ബ്രഹ്മചര്യ വ്രതത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഓർമ്മശക്തിയും ഒരുപാട് കാര്യങ്ങൾ വളരെ ഗഹനമായിട്ട് ചിന്തിക്കാനും പഠിക്കാനുള്ള കഴിവുകൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ ലഭിക്കും. അതിന് ആ ഗുരുകുല വിദ്യാഭ്യാസത്തിൽ 5 വയസ്സ് മുതൽ 25 വയസ്സ് വരെ ബ്രഹ്മചര്യ വ്രതമാണ്. ആ 25 വയസ്സ് മുതൽ 50 വയസ്സ് വരെയും അവരും ബ്രഹ്മചാരികളാണ്. എങ്ങനെ? ഗൃഹസ്ഥ ജീവിതമാണ്. അന്നേരം ഗൃഹസ്ഥ ജീവിതത്തിൽ ഒരു ഭർത്താവിന് ഭാര്യയായിട്ടല്ലാതെ വേറൊരു ബന്ധം പാടില്ല. അവരും ബ്രഹ്മചാരികളാണ്. കാരണം എന്താണ്? ഭാര്യ അല്ലാതെ വേറൊരു സ്ത്രീയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പാടില്ല തെറ്റായിട്ട്. വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റൊരു സ്ത്രീയെക്കുറിച്ച് തെറ്റായിട്ട് ചിന്തിക്കാൻ പാടില്ല. അന്നേരം എല്ലാവരും ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിക്കണം. ആ ഒരു കുടുംബജീവിതത്തിൽ ആ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അത് സ്വന്തം ഭാര്യയല്ലാതെ മറ്റൊരു സ്ത്രീയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പാടില്ല. ഈ ബ്രഹ്മചര്യ വ്രതമാണ് ഒരു വ്യക്തിയുടെ പരിശുദ്ധി. ആ ഒരു പരിശുദ്ധി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ കഴിവുകൾ ക്ഷയിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ ആ ഒരു ഓർമ്മശക്തി, ബുദ്ധി, അവർ ചെയ്യുന്ന കാര്യത്തിൽ റിസൾട്ട്. കാരണം ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഋഷിശൃംഗൻ കാല് കുത്തി ഉടനെ അവിടെ മഴ പെയ്തു. വേറെ ആരും കുത്തുമ്പോൾ എന്തുകൊണ്ട് അവിടെ മഴ പെയ്യുന്നില്ല? കാരണം ഋഷിശൃംഗൻ്റെ പരിശുദ്ധിയാണ്. അന്നേരം പരിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മചര്യമാണ്. അന്നേരം വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അന്യ സ്ത്രീകളെ കുറിച്ച് ചിന്തിച്ചില്ല എങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരുപാട് ദൈവീക അനുഗ്രഹം വരുന്നുള്ളതാണ്. ഇതേപോലെയാണ് സ്ത്രീകൾക്ക് കന്യകത്വവും പാതിവൃത്യവും. വിവാഹം കഴിച്ചതിന് ശേഷം സ്വന്തം ഭർത്താവല്ലാതെ അന്യ പുരുഷനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പാടില്ല. അങ്ങനെ പാതിവൃത്യമുള്ള സ്ത്രീകൾ പറയുന്നതെല്ലാം സത്യമായിട്ട് ഫലിക്കും. മനസ്സിലായില്ലേ? അന്നേരം ഇതിനൊക്കെ ഒരുപാട് ശക്തി ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് ഫീൽഡിലാണെങ്കിലും ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏത് ഫീൽഡായാലും, ബിസിനസ് ആയാലും ശരി,
ഏത് ഫീൽഡിലായാലും ചിലവർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നുണ്ട്, ചിലവർക്ക് താമസിച്ചാണ് റിസൾട്ട് കിട്ടുന്നത്. എന്തുകൊണ്ട്? എല്ലാവരും ഒരേ രീതിയിൽ പ്രവർത്തിച്ചാലും എന്തുകൊണ്ടാണ് ചിലവർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത്? ആ പുണ്യത്തിൻ്റെ തോതനുസരിച്ചാണ്. നമ്മൾ വിചാരിക്കും ഈ ലോകത്ത് ഈ ഒരു സമയത്തും അങ്ങനെയുള്ള വ്യക്തികളുണ്ടോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അവർ ഈ ഒരു ജന്മത്തിൻ്റെ മാത്രമല്ല, കഴിഞ്ഞ ജന്മത്തിൻ്റെയും കൂടെ ആയിരിക്കും. മനസ്സിലായില്ലേ? അന്നേരം ഈ ഒരു ജന്മത്തിൽ ആ ഒരു ധർമ്മം നമ്മൾ പാലിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം പടപടാന്ന് റിസൾട്ട് കിട്ടും. സത്യമായിട്ടും ദൈവിക അനുഗ്രഹം കൂടുതൽ കിട്ടും. അന്നേരം ഇതിൽ ഒരുപാട് സത്യങ്ങളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊന്നും വെറുതെ അല്ല. കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും 30 കോടി ദേവന്മാർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒളിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും, പക്ഷെ ദേവന്മാരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നമ്മൾ എല്ലാ കാര്യത്തിലും ധർമ്മം പാലിക്കണം. അന്നേരം ബ്രഹ്മചരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം കഴിച്ചില്ല എങ്കിൽ അവർ ബ്രഹ്മചര്യം വ്രതം എല്ലാ സ്ത്രീകളെയും അമ്മയായിട്ട് തന്നെ കാണും. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ സ്വന്തം ഭാര്യയല്ലാതെ മറ്റ് സ്ത്രീകളെ എല്ലാവരെയും അമ്മയായിട്ട് കാണാൻ പഠിക്കും. ഇത് ഭഗവാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് ധർമ്മം എന്ന് പറയുന്നത്. ഇതിലാര് ധർമ്മം പാലിക്കുന്നോ അവരിൽ ഭഗവാൻ സന്തുഷ്ടനാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ധർമ്മത്തിൻ്റെ പ്രധാന സ്തംഭം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം തന്നെയാണ്. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് കൗരവരുടെ കുലം മുഴുവൻ നശിച്ചു? കാരണം ദ്രൗപദി ദേവിയെ ആക്ഷേപിക്കാൻ ശ്രമിച്ചു എന്ന് തന്നെ പറയാം, അല്ലേ? അതേ സമയത്ത് പാണ്ഡവരുടെ വിജയം എന്താണ്? പാണ്ഡവർ എപ്പോഴും ഈ കാര്യത്തിൽ ധർമ്മം പാലിച്ചു. 5 പേർക്കും ഒരു ഭാര്യയാണ്. അതും അവർ ആഗ്രഹിച്ചതുകൊണ്ടല്ല. ദ്രൗപദി ആഗ്രഹിച്ചതല്ല 5 ഭർത്താക്കന്മാർ. അത് കഴിഞ്ഞ ജന്മത്തിൽ അവർ തപസ് ചെയ്തിരുന്നു, അത് വേറെ കാര്യം. പക്ഷെ ദ്രൗപദി ആഗ്രഹിച്ചത് അർജുനെ മാത്രമായിരുന്നു. പക്ഷെ സാഹചര്യം മൂലം എങ്ങനെയൊക്കെയോ 5 ഭർത്താക്കന്മാർ വന്നു. പക്ഷേ 5 ഭർത്താക്കന്മാരുണ്ടെങ്കിലും അവർ അതിലും പാതിവൃത്യം പാലിച്ചിരിക്കുന്നു. അത് മഹാഭാരതം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. അത് അന്നേരം അതിലും അവർ ധർമ്മം പാലിച്ചിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. അന്നേരം ഈ ഒരു കാര്യത്തിൽ നമ്മൾ ധർമ്മം പാലിക്കുകയാണെങ്കിൽ നമ്മൾ പല കാര്യത്തിലും, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും പടപടാന്ന് റിസൾട്ട് കിട്ടും. പക്ഷെ ഇന്ന് കൂടുതൽ പേരുടെ ജീവിതത്തിലും കഷ്ടതകൾ, ദുഃഖം, ദാരിദ്ര്യം ഒക്കെ വരുന്നത് ഇതിൽ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നുണ്ടാണ്. എല്ലാവരുടെയും കാര്യം അങ്ങനെയല്ല, പക്ഷേ ഏറെക്കുറെ നമ്മൾ ഇതിൽ ധർമ്മം പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മനസ്സിലായില്ലേ? അന്നേരം ഇത് നമ്മൾ വിചാരിക്കും എല്ലാ ആൾക്കാരും അങ്ങനെ നല്ല വ്യക്തികളൊന്നും അല്ലല്ലോ ഇന്നത്തെ കാലത്ത്. എല്ലാവരും മോശമുള്ള വ്യക്തികളാണ്, ഓഫീസിലോ ആണെങ്കിലും കൂട്ടുകാരാണെങ്കിലും. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അവരെയല്ല നമ്മൾ നോക്കേണ്ടത്. അവരെങ്ങനെയായാലും നമുക്ക് നമ്മുടേതായിട്ടുള്ള വ്യക്തിത്വമുണ്ട്, നമുക്ക് നമ്മുടേതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അന്നേരം ഇവിടെയും വിഭാണ്ഡകൻ്റെ കാര്യത്തിലും നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്, ഋഷിശൃംഗൻ്റെ കാര്യത്തിലും. അന്നേരം ആ സാഹചര്യം ഒത്തൊരുങ്ങി വന്നപ്പോൾ ഇത് ഭഗവാന്റെ നിശ്ചയത്താലാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായില്ല? ഭഗവാന്റെ നിശ്ചയത്താലാണ് ഋഷിശൃംഗൻ്റെ കാര്യത്തിൽ ഇതൊക്കെ സംഭവിച്ചത്. പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താണ്? പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ വളരെ കെയർഫുള്ളി വാച്ച് ചെയ്യണം. നമ്മൾ ടി വിയും തുറന്ന് വെച്ചിട്ട് അവരെ മുന്നിൽ നിർത്തിയിട്ട് പോകരുത്. ടി വിയിൽ എന്ത് വാച്ച് ചെയ്യുന്നോ, ഈവൻ മൊബൈൽ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് അവർ മൊബൈലിൽ എന്തൊക്കെ കാണുന്നു നമ്മൾ വാച്ച് ചെയ്യണം. യൂട്യൂബിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഹിസ്റ്ററി ചെക്ക് ചെയ്യാൻ പറ്റും, കുട്ടികൾ എന്തൊക്കെയാണ് വാച്ച് ചെയ്തതെന്നൊക്കെ. ഇന്നത്തെ കുട്ടികൾ അതിവിദഗ്ധരാണ്, ഹിസ്റ്ററിയൊക്കെ ഡിലീറ്റ് ചെയ്ത്. അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുള്ളായിട്ടിരിക്കണം. നമ്മുടെ കുട്ടികൾ എന്തൊക്കെയാണ് വാച്ച് ചെയ്യുന്നത് വളരെ ഡേഞ്ചറസ് ആണ്. കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴും മറ്റു കുട്ടികളായിട്ട് എന്തൊക്കെ സംസാരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് രാവിലെ ഉച്ചയ്ക്കും ഞാൻ പറഞ്ഞത്, രാമായണവും മഹാഭാരത തത്വങ്ങളൊക്കെ കുട്ടികളുടെ ഉള്ളിൽ ഉറയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അടിത്തറ നല്ല സ്ട്രോങ് ആവണം, അല്ലെങ്കിൽ കുട്ടികൾ വഴിതെറ്റിപ്പോകും. ഈ ഒരു വൈറസ് ഒരിക്കൽ കയറിയാൽ മതി, പിന്നെ മനസ്സ് ചഞ്ചലമാവും. ഇപ്പോൾ ഋഷിശൃംഗൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ദേവദാസികൾ വന്ന് ആലിംഗനം ചെയ്തപ്പോഴും ഋഷിശൃംഗൻ കാമമല്ല അകത്ത് കത്തിയത്, പക്ഷെ എന്തോ ഒരു പുതിയ അനുഭൂതി ഇതുവരെ ഇല്ലാതെ. പക്ഷേ ഇതെന്തോ സംഭവം, ഇവരാരാണെന്നുള്ള ചിന്തയാണ്, ഒരു ആകാംക്ഷയാണ്, കാമമല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിലായില്ല? ഒരു ക്യൂരിയോസിറ്റിയാണ്. ഇവരാരാണെന്നുള്ള ചിന്തയാണ് ഋഷിശൃംഗന്, അല്ലാതെ കാമമല്ല. മനസ്സിലാക്കും. എന്നിട്ട് ഋഷിശൃംഗൻ അവിടെ
ദേവദാസികൾ അവിടെ എന്തു പറയുന്നേ, അവിടെ രോമപാത രാജാവിന്റെ ആ അംഗരാജ്യത്തിൽ എത്തിയപ്പോൾ പിന്നെയും ദേവദാസികളായിട്ട് കളിച്ചു നടക്കുകയല്ല. അദ്ദേഹത്തിന് മനസ്സിലായി, ഓ ഇതാണ് സംഭവം, ഓക്കെ, അത്രയേ ഉള്ളൂ, സംഭവം തീർന്നു അവിടെ. എന്നിട്ട് ശാന്തയെ കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് സാധാരണ വ്യക്തിയല്ല, ഋഷി കുമാരനാണ്. ധ്യാന അവസ്ഥയിൽ അദ്ദേഹത്തിന് മനസ്സിലായി, ആ ശാന്തയെ ഞാൻ വിവാഹം കഴിക്കേണ്ടതാണ്, ഇത് ഭഗവാന്റെ നിശ്ചയമാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹം വിവാഹം കഴിച്ചു, അവിടെ താമസിച്ചു, അത്രയേ ഉള്ളൂ, സംഭവം തീർന്നു അവിടെ. അന്നേരം അവിടെ വഴിതെറ്റി പോവുകയല്ല. പക്ഷെ നമ്മുടെ കുട്ടികളും ഇന്നത്തെ യുവതലമുറയും വഴിതെറ്റി ഒറ്റ പോക്കാണെന്നുള്ളത്. ഒന്ന് കിട്ടിയ ഒരു ഈ ഒറ്റ പോക്കാണ്, പിന്നെ അത് തിരിച്ചു വരവില്ല. മനസ്സിലായില്ലേ? അന്നേരം തിരിച്ചു വരുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പേ ഒരു ഒരു പ്രായം കടന്നു പോകുന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം. ഒരു 6 വയസ്സ് മുതൽ ഒരു 15-16 വയസ്സ് വരെ വളരെ ഡേഞ്ചറസ് ഏജാണ്. ആ സമയത്ത് അവർക്ക് ഫ്രീ ആയിട്ട് ടൈം ഒരിക്കലും കൊടുക്കരുത്. ഫ്രീ ടൈം ഒട്ടും കൊടുക്കരുത്, എൻ്റർടൈൻമെൻറ്റ് കൊടുക്കരുത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ അർത്ഥം അവർക്കൊരു എൻജോയ്മെൻ്റ് ഒന്നും വേണ്ടതല്ല. എൻജോയ്മെൻ്റ് ഒക്കെ സ്പോർട്സിൽ കൊടുക്കും, നല്ല രീതിയിൽ ഓട്ടം ചാട്ടം, സ്പോർട്സ് ആക്ടിവിറ്റീസ്, കരാട്ടെ, മാർഷ്യൽ ആർട്സ്, കളരി, അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ ഡാൻസ് പഠിക്കട്ടെ. കലാപരമായിട്ട് അവരുടെ എനർജി മാക്സിമം എൻഗേജ് ചെയ്യിപ്പിക്കും, മാക്സിമം എൻഗേജ്മെൻറ്റ് കൊടുക്കും. അവരുടെ ബുദ്ധിയും ശക്തിയും മനസ്സും ഒക്കെ മാക്സിമം പല കാര്യങ്ങളിൽ ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ടിരിക്കട്ടെ. അങ്ങനെ പല മേഖലകളിൽ അവരുടെ എനർജി പോകുമ്പോൾ ഒരിക്കലും ഈ ഭാഗത്തോട്ട് ചിന്തിക്കാൻ പോലും സമയം കിട്ടത്തില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഗുരുകുലത്തിൽ 64 കാര്യങ്ങളായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എല്ലാവർക്കും. മനസ്സിലായില്ലേ? പക്ഷെ ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുട്ടികളെ പഠിക്കടി ഇത് തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷെ വേറെ വഴിയില്ല. കാരണം മാർക്സ് കിട്ടിയാലേ മുന്നോട്ട് എന്തെങ്കിലുമൊക്കെ നടക്കും. ഇതൊക്കെയാണ്. കുട്ടികളാണെങ്കിൽ പഠിച്ച് ബോറടിക്കും. മനസ്സിലായില്ലേ? കാരണം അവരുടെ ചിന്ത എന്തിനു വേണ്ടി ഇത് പഠിക്കണമെന്നൊക്കെ. അന്നേരം അവർക്ക് പഠിക്കുകയും വേണം, ഒപ്പം മാക്സിമം എൻഗേജ്മെൻറ്റും ചെയ്യണം. എനിക്കറിയാം, പറയാൻ എളുപ്പമെന്നറിയാം, ഗാലറിയിൽ നിന്ന് സംസാരിക്കാൻ എളുപ്പമെന്നറിയാം. അച്ഛനമ്മമാരുടെ വിഷമം അടിയൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഇതൊക്കെ നമ്മൾ നല്ലപോലെ പ്ലാൻ ചെയ്താലേ പറ്റൂ. ഇനി എന്തായാലും അധികം ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഡോണ്ട് വറി, ടെൻഷൻ അടിക്കേണ്ട. രാമായണവും മഹാഭാരതവും ഭാഗവതവും ഒക്കെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ബുക്ക് വായിപ്പിക്കുക, നിങ്ങൾ ഇരുന്ന് പഠിപ്പിക്കുക. മനസ്സിലായില്ലേ? നിങ്ങൾ കുട്ടികളെ ഒബ്സർവ് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റാണ്. കുട്ടികളുടെ ഓരോ ചിന്തകളും പ്രവൃത്തികളും സംസാരവും നിസ്സാരമായിട്ട് കാണരുത്. ഓരോ അവരുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും ചിന്തകളും എല്ലാം നിങ്ങൾ ചിന്തിക്കണം, വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം നിങ്ങളുടെ സ്വത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ കുട്ടികളാണ്, അല്ലേ? ബാക്കി കാശ് വരും പോവുകയൊക്കെ ചെയ്യും. പക്ഷേ നല്ല ക്യാരക്ടറും സദ്ഗുണ സമ്പന്നനായിട്ടുള്ള കുട്ടികൾ, ഇതല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു, അല്ലേ? നമ്മുടെ കുട്ടികൾ നമ്മുടെ പേരെന്നും ഉയർത്തി നിർത്തണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നു. അതാണ് നമുക്ക് വേണ്ടത്. അന്നേരം അങ്ങനെ ഒരു ഇതൊക്കെ വേണമെങ്കിൽ എളുപ്പത്തിൽ ലഭിക്കുന്നതല്ല. നമ്മൾ നല്ല രീതിയിൽ ആ ഒരു ട്രെയിനിങ് ഒക്കെ നമ്മൾ കൊടുത്തേ പറ്റൂ. അന്നേരം ഇവിടെ ഋഷ്യശൃംഗനും അതേപോലെ ആ ഒരു സാഹചര്യം വന്നപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അങ്ങനെ അദ്ദേഹം അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ പിറ്റേ ദിവസം ആ ദേവദാസികളെ കാണാതിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു വിരഹം അനുഭവപ്പെട്ടു. അങ്ങനെ നേരെ ആശ്രമത്തിൽ പോയി. അങ്ങനെ അവർ പറഞ്ഞു, നമ്മുടെ ആശ്രമം ഇതല്ല യഥാർത്ഥത്തിൽ, ഇതിങ്ങനെ കറങ്ങി നടക്കുന്ന ആശ്രമമാണ്, ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആശ്രമം. ഒരു വള്ളമായിരുന്നു, ഹൗസ് ബോട്ട് മാതിരിയാണ്, വലിയൊരു ഹൗസ് ബോട്ടാണ്. എന്നിട്ട് പറഞ്ഞു, ഇത് നമുക്ക് നേരെ നമ്മുടെ മറ്റു ആശ്രമത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞ് കളിപ്പിച്ച് ചിരിപ്പിച്ച് അങ്ങനെ ഋഷ്യശൃംഗനെ രോമപാത മഹാരാജാവിൻ്റെ അംഗരാജ്യത്തിലേക്ക് എത്തിക്കുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഋഷ്യശൃംഗൻ എത്തിയതും ഉടൻ തന്നെ മഴ പെയ്തു, നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ അവിടെ വെച്ച് ഉടൻ തന്നെ രോമപാത മഹാരാജാവ് മാപ്പ് ചോദിക്കുകയും എന്നിട്ട് പറഞ്ഞു, അങ്ങ് ദയവ് ചെയ്ത് ശപിക്കരുത്, അങ്ങയുടെ അച്ഛനോടും പറയണം ശപിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങാണ് ഈ രാജ്യം മുഴുവൻ അങ്ങയുടേതാണ് എന്ന് പറഞ്ഞ് അങ്ങനെ വിഭാണ്ഡകനും സന്തോഷിച്ചു, ഋഷ്യശൃംഗനും സന്തോഷിച്ചു. ഋഷ്യശൃംഗൻ വാക്കുകൊടുത്തു. അങ്ങനെ ഋഷ്യശൃംഗനും ശാന്തയായിട്ടുള്ള വിവാഹം കഴിഞ്ഞു. ഇത് കേട്ട ഉടനെ ദശരഥന് മഹാരാജാവിന് വലിയ സന്തോഷം. കാരണം എന്താണ്,
ശാന്ത എന്ന് പറയുന്നത് ദശരഥൻ്റെ മകളാണ്. അന്നേരം അച്ഛൻ പറഞ്ഞാൽ മകൾ കേൾക്കാതിരിക്കുമോ, മകൾ പറഞ്ഞാൽ ഭർത്താവ് കേൾക്കാതിരിക്കുമോ? അങ്ങനെ അങ്ങനെ ഋഷിശൃംഗനെ കൊണ്ടുവന്ന് അവിടെ ആ ഒരു യജ്ഞം ചെയ്യിപ്പിക്കാം. ആ യജ്ഞത്തിലൂടെ ദശരഥ മഹാരാജാവിന് 4 പുത്രന്മാരെ ലഭിക്കും. അതിൻ്റെ സന്തോഷത്തിൽ ത്രില്ലടിച്ചിരിക്കുകയാണ് ദശരഥ മഹാരാജ്. അതിന് നമുക്ക് നോക്കാം, നേരെ അയോധ്യയിലേക്ക് പോകാം, അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അല്ലേ. അതിനു മുമ്പായിട്ടൊരു ചെറിയ കീർത്തനം പാടി നമുക്ക് സത്സംഗം സ്റ്റാർട്ട് ചെയ്യാം. രഘുപതി രാഘവ രാജാ രാം പതിത പാവന സീതാരാം. രഘുപതി രാഘവ രാജാ രാം പതിത പാവന सीताराम 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 भज प्यारे जय सीताराम 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 भज प्यारे जय सीताराम. रघुपति राघव राजा राम पतित पावन सीताराम. रघुपति राघव राजा राम पतित पावन सीताराम. എന്താ ഒരു സന്തോഷമല്ലേ. രാമായണം കേട്ടിരിക്കുക. ഭഗവാന് രാമായണം കേൾക്കുന്ന വലിയ ഇഷ്ടമാണ്. യശോദാമ്മ രാമായണ കഥയൊക്കെ പറയുമ്പോഴത്തേക്ക് അവിടെ യുദ്ധത്തിന്റെ ആ ഒരു അവസ്ഥയിൽ എത്തിയപ്പോ ലക്ഷ്മണ വില്ലെടുക്കൂന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ബലരാം ആ റെഡി. ബലരാമനും വില്ലെടുക്കാൻ പോയി. എവിടെയോ വില്ല്. അന്നേരം ഉടനെ യശോദ വിചാരിച്ചു ഇവർക്ക് എന്ത് പറ്റി. യശോദാമ്മ ഉടനെ നന്ദഗോപുരെയും വിളിച്ച് രോഹിണിദേവിയും വിളിച്ചിട്ട് കുറെ നേരം ചിരിക്കുക. പക്ഷെ പറഞ്ഞ കാര്യമുണ്ട്, കാരണം ഇവരാണ് രാമലക്ഷ്മണന്മാർ. അന്നേരം ആ ഒരു സംഭവമൊക്കെയാണ്. അന്നേരം ശ്രീകൃഷ്ണ ഭഗവാന് രാമായണം കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഗുരുവായൂരപ്പൻ. ഹരേ കൃഷ്ണ. രഘുപതി രാഘവ രാജാ രാം പതിത പാവന സീതാരാം. വൃന്ദാവനത്തിൽ ഒരു സ്ഥലമുണ്ട്. അവിടെ ഭഗവാൻ രണ്ടാമത് വൃന്ദാവനത്തിൽ ഒരു സേതു പണിഞ്ഞു ഭഗവാൻ കൃഷ്ണൻ. കാരണം ശ്രീകൃഷ്ണ ഭഗവാനും ഗോപിമാരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭഗവാൻ സംസാരത്തിൻ്റെ ഇടയിൽ പറഞ്ഞു ഞാൻ തന്നെയായിരുന്നു രാമൻ എന്ന് പറഞ്ഞു. ഉടനെ ഗോപി പറഞ്ഞു ഓ പിന്നെ അതിൻ്റെ ആ ഒരു വാക്കിൻ്റെ കുറവും കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിലും ഇങ്ങനെ പുളുവടിക്കാൻ ആളും എടുക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് ഭഗവാനെ കളിക്കുക. ഞാൻ തന്നെയാണ് രാമൻ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഉടനെ പറഞ്ഞു എങ്കിൽ ഇവിടെ ഒരു യമുനയ്ക്ക് അപ്പുറത്തായിട്ട് ഒരു സേതു പണിഞ്ഞ് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു അത്രയേ ഉള്ളൂ ഇപ്പം റെഡിയാക്കാമെന്ന് പറഞ്ഞ് ഭഗവാൻ ഉടനെ ഓടക്കുള്ളിൽ ഊതിയപ്പോൾ ഉടൻ തന്നെ ആ വൃന്ദാവനത്തിലെ കുരങ്ങന്മാരെല്ലാവരും വന്നു. ഇവരെല്ലാം രാമായണത്തിലെ വാനരന്മാരായിരുന്നു. അവരെല്ലാം വന്നിട്ട് പറഞ്ഞ് എനിക്ക് നിങ്ങളുടെ സഹായം വീണ്ടും വേണം എന്ന് പറഞ്ഞപ്പോൾ ആ കുരങ്ങന്മാരെല്ലാവരും കൂടി ചേർന്ന് വീണ്ടും ഒരു സേതു പണിയുകയാണ്. അത് വൃന്ദാവനത്തിൽ നടന്നിട്ടുണ്ട്. അന്നേരം ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് കൃഷ്ണൻ പറഞ്ഞു ഇത് എന്താ പറയുന്നേ ഇപ്പൊ നിങ്ങൾക്ക് വിശ്വാസമായില്ലേ എന്ന് പറഞ്ഞു. ഇത് നിന്റെ മായാജാലമാണ്, നീ ഒരു രാമനൊന്നും അല്ല. എന്നിട്ട് ആ സേതുവിലൂടെ തന്നെ ഗോപികമാര് വെണ്ണയും ചുമന്ന് അപ്പുറത്തോട്ട് കടന്നു. പക്ഷെ എന്നിട്ടും വിശ്വസിച്ചില്ല. അവർക്കറിയാം എല്ലാം, ഗോപികമാർക്ക് എന്താണ് അറിയാത്തത്. പക്ഷെ ഈ കളി ചിരി തമാശയിൽ അവർക്ക് വേറൊന്നും കേൾക്കാൻ താല്പര്യമില്ല. അവർക്ക് നല്ലപോലെ അറിയാം ഇദ്ദേഹം തന്നെയാണ് രാമൻ, ഇദ്ദേഹം തന്നെയാണ് നരസിംഹം, ഇദ്ദേഹം തന്നെയാണ് വരാഹം എന്നറിയാം, ഇദ്ദേഹം സാക്ഷാൽ നാരായണൻ തന്നെയാണെന്ന് എല്ലാം അറിയാം, അഖിലകോടി ബ്രഹ്മാണ്ഡ നായകനാണെന്നും അറിയാം. പക്ഷെ അതൊന്നും അവർക്ക് ഓർക്കാൻ താല്പര്യമില്ല. അവർക്ക് ഇഷ്ടം കൃഷ്ണനെയാണ്. അതിൽ മാത്രമേ താല്പര്യമുള്ളൂ. വേറൊന്നിലും അവർക്ക് താല്പര്യമില്ല. വേറൊന്നും കേൾക്കാൻ താല്പര്യമേ ഇല്ല. കാരണം ആ ഒരു ഗോപിക ഗീതത്തിൽ ഗോപികമാർ ഇങ്ങനെ പാടുമ്പോൾ ഭഗവാൻ ഗോപികമാർ പറയുന്നുണ്ട് നമുക്കറിയാം അങ്ങ് പല പല അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്, ദുഷ്ടനാശത്തിന് എന്തൊക്കെയാണെന്നറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ബ്രജഭൂമി വളരെ പവിത്രമായി അങ്ങ് ഇവിടെ അവതരിച്ചതുകൊണ്ട് എന്നൊക്കെയാണ് ഗോപികമാർ പറയുന്നത്. അന്നേരം ഭഗവാന്റെ എല്ലാ അവതാരങ്ങളെക്കുറിച്ചും ഗോപികമാർക്കറിയാം. പക്ഷെ എന്നാലും അതൊന്നും കേൾക്കാൻ താല്പര്യമില്ല. അവർക്കിഷ്ടം
നന്ദ മഹാരാജിൻ്റെ ആ ഒരു പുത്രനെ മാത്രമാണ്. ദേവകി പുത്രനോടും താല്പര്യമില്ല, ദ്വാരകാനാഥനോടും താല്പര്യമില്ല. അവർക്ക് വേണ്ടുന്ന ആ വൃന്ദാവനത്തിലെ കൃഷ്ണനെയാണ്, വേറൊന്നും കേൾക്കാൻ താല്പര്യമില്ല അവർക്ക്. അതാണ് വൃന്ദാവനവാസികൾ. രഘുപതി രാഘവ രാജാ പതിത പാവന സീതാരാം. 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 सीताराम सीताराम भज प्यारे जय सीताराम. सीताराम सीताराम भज प्यारे जय सीताराम. रघुपति राघव राजा राम पतित पावन सीताराम. रघुपति राघव राजा राम पतित पावन सीताराम. रघुपति राघव राजा राम पतित पावन सीताराम. गोलोकेर प्रेम धन हरि नाम संकीर्तन की जय. ओम नमो भगवते वासुदेवाय. ओम नमो भगवते वासुदेवाय. ओम नमो भगवते वासुदेवाय. नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्. नश्वप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदत्युत्तमश्लोके भक्तिर्भवति नैष्टिके. कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः. ओम ज्ञानतिमिरन्दस्य ज्ञानाञ्जनाशलाघाय चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः. श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदामह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरों श्रीयुतापदकमलं. श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनासहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितं च. हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिकान्त राधाकान्त नमोस्तुते. तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी विश्वभानुसुते देवी प्रणमामि हरिप्रिये. नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते जयपताकस्वामिन्निति नामिने. नमाचार्यपादाय निताय कृपप्रदायिने गौरकथादामधाय नगरग्रामतारिणे. नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिन्निति नामिने. नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद. हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे 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 राम राम हरे हरे. मूगं करोति वाचालं भङ्गुं लङ्कायते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं ശ്രീചൈതന്യവിഷ്ണും. ഹരി ഓം തത്സത്. ഹരികൃഷ്ണ, ഒരു ഭക്ത ചോദിച്ചു, കുരങ്ങന്മാരെന്തിനാണ് കണ്ണാടി എടുക്കുന്നത്? ഭഗവാന്റെ സമയത്തുള്ള കുരങ്ങന്മാരല്ല എപ്പോഴുള്ള കുരങ്ങന്മാർ. ഭഗവാൻ ഉള്ളപ്പോൾ, എന്നിട്ട് ഇപ്പം ഭഗവാൻ ഇല്ലേ? ഭഗവാനുണ്ട്, പക്ഷെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നില്ല, അല്ലേ? അന്നേരം ഭഗവാന്റെ തൊട്ടടുത്തുള്ള കുരങ്ങന്മാരൊക്കെ ഭഗവാന്റെ നിത്യപാർശ്വതരാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്ന കുരങ്ങന്മാരെല്ലാം അവിടെ വൃന്ദാവനത്തിൽ താമസിച്ചിട്ട് വൃന്ദാവനത്തിൽ നിൽക്കേണ്ട രീതിയിൽ നിൽക്കാതിരുന്നവരാണ് അവിടെയുള്ള മൃഗങ്ങളായിട്ട് ജനിക്കുന്നത്. വൃന്ദാവനവാസികൾ തന്നെ വ്രജത്തിൽ നിന്നുകൊണ്ട്
അവിടെ അപരാധങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ മൃഗങ്ങളായിട്ട് ജനിക്കും. പക്ഷേ മൃഗങ്ങളായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ലാസ്റ്റ് ജന്മം. ബ്രജവാസികളുടെ കാര്യം ഭഗവാൻ തന്നെയാണ് നോക്കുന്നത്. അന്നേരം അതൊന്നും സാധാരണ വ്യക്തികളല്ല, പക്ഷേ അവരുടേതായിട്ടുള്ള കർമ്മഫലങ്ങൾ കൊണ്ട് അവർ മൃഗജന്മങ്ങളിലേക്ക് പോയി. പക്ഷേ എന്നിട്ടും വൃന്ദാവനത്തിൽ തന്നെയാണ്. മനസ്സിലായില്ലേ? അന്നേരം അതുകൊണ്ട് അവർ ചെയ്ത അപരാധങ്ങൾ കൊണ്ട് അവരവരെ അങ്ങനെ ജനിച്ചിരിക്കുകയാണ്. പക്ഷെ എന്നാലും അവരുടെ ജന്മവും ശ്രേഷ്ഠമാണ്. കാരണം അതും അവരുടെ ലാസ്റ്റ് ജന്മമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അന്നേരം ഇനി നമുക്ക് രാമായണത്തിലേക്ക് കിടക്കാം. पूर्ण प्रज्ञ प्रभु की जय, श्री प्रभुपाद जी की जय, गुरु महाराज की जय. നമുക്ക് തുടർന്ന് വായിക്കാം. സുമന്ത്രനിൽ നിന്നും ശ്രവിച്ച ഈ കഥ ദശരഥനെ ഹർഷപൂരിതനാക്കി. തമസം വിന അദ്ദേഹം അംഗരാജ്യത്തിലേക്ക് അകമ്പടി സമേതം യാത്രയായി. തൻ്റെ സ്നേഹിതനെ എത്രയും സ്നേഹത്തോടെ സ്വീകരിച്ച രോമപാദൻ തദവസരത്തിൽ ഋഷിശൃംഗനോട് വെളിപ്പെടുത്തി ദശരഥനാണ് അവൻ്റെ യഥാർത്ഥ ശ്വശുരൻ എന്ന സത്യം. ഏതാണ്ട് ഒരാഴ്ചക്കാലം ദശരഥൻ രോമപാദൻ്റെ ആതിഥ്യം ആസ്വദിച്ച് അംഗരാജ്യത്തിൽ തങ്ങുകയുണ്ടായി. പിന്നീട് അദ്ദേഹം രോമപാദനോട് ഇപ്രകാരം പറഞ്ഞു. കാരണം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദശരഥ മഹാരാജാവിന് വേണമെങ്കിൽ ചെന്നുടനെ പറയും, എൻ്റെ ഒരു കാര്യമുണ്ട്, നോ പറയരുത് എന്ന് പറയാം. പക്ഷെ പൊതുവെ വൈദിക സംസ്കാരം അനുസരിച്ച് നമ്മൾ ചരിതങ്ങളൊക്കെ വായിക്കുമ്പോൾ ഒരാഴ്ചയോളം അദ്ദേഹം മിണ്ടാതിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കും, എത്രത്തോളം ക്ഷമയോടുകൂടിയാണ് അദ്ദേഹം ഇരുന്നത് നോക്കണേ. അദ്ദേഹം എല്ലാ സുഖസമൃദ്ധിയോടുകൂടിയാണ് അയോധ്യയിൽ താമസിക്കുന്നത്, അല്ലേ? അദ്ദേഹത്തിന് സുഖസൗകര്യത്തിനൊരു കുറവുമില്ല. പക്ഷെ എന്നിട്ടും ഇത്രയും ദൂരത്ത് ഒരു രാജ്യത്തിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ഒരാഴ്ച വരെ അദ്ദേഹം മിണ്ടാതിരുന്നു എന്നുള്ളതാണ്. ഇതൊക്കെയാണ്, അതായത് സ്വാർത്ഥത ഇല്ലാത്തതിൻ്റെ ഒരു തെളിവാണിത്. എന്താണ് ഒരാഴ്ച അദ്ദേഹം ചെയ്തത്? സാഹചര്യമൊക്കെ മനസ്സിലാക്കുകയാണ്. എങ്ങനെയാണ് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഞാനിത് പറയാൻ പാടുണ്ടോ, എങ്ങനെയൊക്കെ ആലോചിച്ചിട്ടാണ് അദ്ദേഹം ആ ഒരു കാര്യം പറയുന്നത്. നോക്കാം എന്താണ് സംഭവിക്കുന്നത്. ഏതാണ്ട് ഒരാഴ്ചക്കാലം ദശരഥൻ രോമപാദൻ്റെ ആതിഥ്യം ആസ്വദിച്ച് അംഗരാജ്യത്തിൽ തങ്ങുകയുണ്ടായി. പിന്നീട് അദ്ദേഹം, പിന്നെ ഇതിലൊരു സൈക്കോളജിക്കൽ അപ്രോച്ചും കൂടെ ഉണ്ട്. ആദ്യമേ പറഞ്ഞാൽ ചിലപ്പോൾ നോ പറഞ്ഞാലോ. അതുകൊണ്ട് ആദ്യം സ്നേഹബന്ധത്തിലായി നല്ല അടുപ്പമായി. ആരുമായിട്ട്? ഋഷ്യശൃംഗനുമായിട്ട്. അന്നേരം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. വ്യക്തിബന്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബട്ടൺ അമർത്തിയതുപോലെ അല്ല. നമ്മൾ ബട്ടൺ അമർത്തിയ മൊബൈലിൽ ഒരു ആപ്പ് ഞെക്കിയാൽ ഉടനെ ആപ്പ് തുറന്നു, ഇനി ഇത് ഓർഡറായി, അല്ലേ? അങ്ങനെയല്ല. മനുഷ്യ മനസ്സുകളുമായിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അന്നേരം നമ്മൾ മനുഷ്യ മനസ്സുകളുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട്, ഓരോ വ്യക്തികളും ഓരോ വ്യക്തികളാണ്. അവർക്ക് അവരവരുടേതായിട്ടുള്ള വ്യക്തിത്വങ്ങളുണ്ട്, അവരവരുടേതായ ഇഷ്ടം അനിഷ്ടങ്ങളൊക്കെ ഉണ്ട്. അന്നേരം ദശരഥ മഹാരാജാവിന് വേണമെങ്കിൽ ഡയറക്റ്റ്ലി പറയാം, ഋഷിശൃംഗ, നീ എൻ്റെ മരുമകനാണ്, നിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എൻ്റെ മകളാണ്, അതുകൊണ്ട് നീ വന്ന് യജ്ഞം ചെയ്തേ പറ്റൂ. അങ്ങനെയല്ല അദ്ദേഹം ചെയ്യും. നോക്കണേ, അത് ഒരാഴ്ച നിന്നു. ആ ഒരു സൗഹൃദം, കാരണം ആദ്യമായിട്ടാണ് ഋഷിശൃംഗനെ കാണുന്നത്. ഋഷിശൃംഗന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇതാണ് എൻ്റെ ഭാര്യയുടെ യഥാർത്ഥ അച്ഛൻ ഇദ്ദേഹമാണെന്ന്. അന്നേരമാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് അറിയാം, പക്ഷെ എന്നാലും ഡയറക്റ്റ്ലി വെളിപ്പെടുത്തുന്ന ആ സമയത്താണ്. അന്നേരം ആ ഒരു വ്യക്തികളുമായിട്ടുള്ള ഡീലിങ്സ് നമ്മൾ പഠിക്കണം. നമ്മുടെ ഇഷ്ടം മറ്റൊരു വ്യക്തിയിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കരുത്. ഓരോ വ്യക്തികൾക്കും അവരവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അന്നേരം ഇവിടെ അദ്ദേഹം എന്താ ചെയ്തത്? ഒരാഴ്ചയോട് അവിടെ നിന്നിട്ട് അദ്ദേഹം രോമപാദ മഹാരാജാവിനോട് ഇങ്ങനെ പറയുന്നു. എന്ത് പറഞ്ഞു? നമ്മുടെ വംശത്തിൻ്റെ കീർത്തി നിലനിർത്താൻ ഒരൊറ്റ പുത്രൻ പോലും ഇല്ലാതെ പോകുമോ എന്ന ഭീതി കാരണം കുറച്ചു കാലമായി നാം അന്തർമുഖനായി കഴിയുകയായിരുന്നു. അവിടെ പ്രശ്നം ബോധ്യപ്പെടുത്തി. നമുക്ക് വേണ്ടി ഒരു അശ്വമേധ യജ്ഞം നടത്തുവാൻ താങ്കൾ ഋഷിശൃംഗനെ നമ്മുടെ ഒപ്പം അയോധ്യയിലേക്ക് അയക്കുക എന്നൊരു അഭ്യർത്ഥന നമുക്കുണ്ട് എന്ന് പറഞ്ഞു. സസന്തോഷം രോമപാദൻ ഈ അപേക്ഷ സ്വീകരിച്ചു. അങ്ങനെ ഋഷിശൃംഗൻ, ശാന്ത എന്നിവരോടൊപ്പം ദശരഥൻ അയോധ്യയിൽ മടങ്ങിയെത്തി. വസന്തകാലം ആഗതമായി മഹാരാജാവ് വിനയപൂർവ്വം ഋഷിശൃംഗനെ സമീപിച്ച് യജ്ഞത്തിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുവാൻ അപേക്ഷിച്ചു.
സരയൂ നദിയുടെ വടക്ക് ദിശയിലായി ഒരു സ്ഥാനം നിർണയിച്ച് യജ്ഞത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ തുടങ്ങി. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ശ്രീരാമൻ അവതരിക്കേണ്ട സമയമായി. ശ്രദ്ധിച്ച് കേൾക്കൂ. തനിക്ക് ജനിക്കാനിരിക്കുന്ന പുത്രന്മാരുടെ ശ്വശുരൻ ജനക മഹാരാജാവായിരിക്കുമെന്ന് മനസ്സിലാക്കിയിരുന്ന ദശരഥൻ ആദ്യത്തെ ക്ഷണപത്രം നൽകിയത് അദ്ദേഹത്തിനായിരുന്നു. കാരണം മുൻകൂട്ടി അറിയാം, സീതാദേവി ഇവിടെ നിന്നായിരിക്കും. അതുകൊണ്ട് ആദ്യ നിമന്ത്രണം അദ്ദേഹത്തിന് തന്നെയാണ് കൊടുത്തത്. അശ്വമേധ യാഗ വിധിപ്രകാരം ഒരു കുതിരയെ സർവ്വസ്വതന്ത്രമാക്കി വിട്ടു. രാജഭടന്മാർ അനുധാവനം ചെയ്യപ്പെട്ട ഈ യാഗാശ്വം നടന്നെത്തുന്ന ദേശത്തിലുള്ള സാമന്ത രാജാക്കന്മാർ ദശരഥ മഹാരാജാവിനോട് തങ്ങൾക്കുള്ള വിധേയത്വം വെളിപ്പെടുത്തുന്നു. അതിന് സമ്മതമില്ലാത്തവർ യാഗാശ്വത്തെ ബന്ധിച്ച് യുദ്ധത്തിന് ഒരുമ്പിടുന്നു. യാഗാശ്വം ആരാലും കീഴടക്കപ്പെടാതെ യാഗശാലയിലേക്ക് മടങ്ങിയെത്തിയാൽ യജ്ഞം വിജയകരമാണ് എന്നർത്ഥം. ഈ വ്യവസ്ഥയനുസരിച്ച് ഏതാണ്ട് 1 വർഷക്കാലം അലഞ്ഞു തിരിഞ്ഞ യാഗ അശ്വം മടങ്ങിയെത്തിയ ശേഷമാണ് യാഗം ആരംഭിച്ചത്. നഗരത്തിന് പുറത്ത് കുടീരങ്ങളാലും നിറഞ്ഞ ഭാഗത്ത് അതിവിപുലമായിരുന്ന ഒരു ജനാവലി ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ രാജാക്കന്മാരും റാണിമാരും രാജകുമാരന്മാരും കുമാരിമാരും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അമൂല്യങ്ങളായ സമ്മാനങ്ങളുമായി ഭൂമിയുടെ സർവ്വകോണുകളിൽ നിന്നും ദശരഥ മഹാരാജാവിനെ മുഖം കാണിക്കുവാൻ എത്തിയവരായിരുന്നു അവർ. അന്നേരം ദശരഥ മഹാരാജാവ് ഈ മുഴുവൻ പ്രപഞ്ചവും ഭരിച്ചിരുന്നു. ഈ ഭൂമണ്ഡലം മുഴുവൻ ഭൂമണ്ഡലവും ഭരിച്ചിരുന്നു. അന്നേരം ഈ ഭൂമണ്ഡലത്തിലെ പല കോണുകളിൽ നിന്നുമുള്ള രാജാക്കന്മാർ ദശരഥ മഹാരാജാവിനെ കാണാൻ എത്തുകയാണ്. എല്ലാത്തിനും മധ്യത്തിലുള്ള യാഗശാലയിൽ യാഗാഗ്നി എരിഞ്ഞുകൊണ്ടിരിക്കെ ബ്രാഹ്മണർ അതിനെ വലയം ചെയ്ത് മന്ത്രാവലി ജപിച്ചുകൊണ്ടിരുന്നു. ബലിസ്തൂപത്തിൽ ബന്ധിച്ചിരുന്ന യാഗാശ്വത്തെ മഹാരാജാവിൻ്റെ പട്ടമഹർഷി കൗസല്യ പ്രദക്ഷിണം വെച്ചു. എന്നിട്ട് ശാസ്ത്രവിധി പ്രകാരം 3 വട്ടം വാൾ വീശി അശ്വത്തിൻ്റെ ശിരസ് വിച്ഛേദിച്ചു. എന്നിട്ട് ഇത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ്? ആ അശ്വത്തിന് ഉടൻ തന്നെ ഒരു പുതിയ ജന്മം ലഭിക്കും. കാരണം അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ, യജ്ഞം ചെയ്തതിന് ശേഷം ആ യജ്ഞം സഫലമായോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ് ആ അശ്വത്തിൻ്റെ ആ ഒരു ബലി അർപ്പിക്കുന്നത്. എന്നിട്ട് മന്ത്രം ഉച്ചരിക്കുന്ന സമയത്ത് ആ അശ്വത്തിന് വീണ്ടും ഉടൻ തന്നെ പുനർജന്മം ലഭിക്കുക. എന്നിട്ട് ആ കട്ട് ചെയ്യുന്ന സമയത്ത് അതിന് വേദന അനുഭവപ്പെടത്തില്ല. വേദന അറിയും. കാരണം മന്ത്ര ഉച്ചാരണത്തിൽ എങ്ങനെയാണോ നമുക്ക് അനസ്തീഷ്യ ചെയ്യുന്നത്, അതേപോലെ മന്ത്ര ഉച്ചാരണത്തിൻ്റെ ശക്തിയാൽ ആ കുതിരയ്ക്ക് വേദന പെടഞ്ഞൊന്നുമല്ല മരിക്കുന്നത്. അതൊന്നും അറിയത്തില്ല അശ്വം. മനസ്സിലായില്ലേ? അതാണ്. ഇതൊന്നും കലിയുഗത്തിൽ സാധ്യമല്ല. അതൊന്നും നടക്കാൻ പറ്റത്തില്ല. ആ പുകച്ചുരൽ ദശരഥനെ കൊണ്ട് ശ്വസിപ്പിച്ചു. ഇപ്രകാരം 3 ദിനം നീണ്ടു നിന്ന അശ്വമേധ യജ്ഞം പരിസമാപ്തിയിലെത്തി. മുൻ യുഗങ്ങളിൽ ഇത്തരം യജ്ഞങ്ങൾ സാധാരണമായിരുന്നു. മാത്രമല്ല ബലിമൃഗത്തിന് സ്വർഗലബ്ധി സുനിശ്ചിതമായിരുന്നു. ഉയർന്ന ലോകങ്ങളിലേക്ക് ഒരു സ്ഥാനം മൃഗത്തിന് ലഭിക്കും. കാരണം പൊതുവേ ഒരു മൃഗജന്മം ലഭിക്കുന്നത് എങ്ങനെയാണ്? പാപകർമ്മങ്ങൾ കൊണ്ടാണ്. പക്ഷേ അന്നേരം അതിനൊരു 84 ലക്ഷം ജീവിവർഗങ്ങളിലൂടെ കറങ്ങിയെങ്കിൽ മാത്രമേ പിന്നെ ഒരു മനുഷ്യജന്മം ലഭിക്കൂ. 84 ദശലക്ഷത്തിൽ ഒരു വർഗമാണ് മനുഷ്യജന്മം എന്ന് പറയുന്നത്. അന്നേരം 84 ദശലക്ഷം ജന്മങ്ങളിലൂടെ ഇങ്ങനെ കറങ്ങിയാണ് ഒരു മനുഷ്യജന്മം ലഭിക്കുന്നത്. അന്നേരം ഈ കുതിരയ്ക്ക് ഇനിയൊരു മനുഷ്യജന്മം ലഭിക്കണമെങ്കിൽ ഇനിയും സമയമുണ്ട്. പക്ഷേ ഈ ഒരു യജ്ഞത്തിൽ ഉപയോഗിച്ചത് കൊണ്ട് മനുഷ്യജന്മം പോലും അല്ല, മനുഷ്യജന്മം ലഭിച്ചതിന് ശേഷം പുണ്യപ്രവർത്തികൾ ചെയ്തിട്ടാണ് സ്വർഗത്തിൽ പോകേണ്ടത്. പക്ഷേ ഈ ഒരു യജ്ഞത്തിന് ആ മൃഗത്തെ ഉപയോഗിച്ചതുകൊണ്ട് മാത്രം നേരെ സ്വർഗത്തിലേക്ക് ഒരു സ്ഥാനമാണ് ആ ഒരു അശ്വത്തിന് ലഭിക്കുന്നത്. ഇതാണ് അശ്വമേധ യജ്ഞം. നമ്മൾ മനസ്സിലാക്കും. ഇത്തരം ബലികർമ്മങ്ങളുടെ വിജയം അവിടെ പൂജാരിമാരായി എത്തിയ ബ്രാഹ്മണരുടെ കഴിവിനെ ആശ്രയിച്ചിരുന്നു. അത്യുത്തമമായ മന്ത്രജപവും നിസ്തുലമായ ഭക്തിയും കൊണ്ട് ദേവകളെ പ്രത്യക്ഷപ്പെടുത്തി യജ്ഞഹൗസ് സ്വീകരിപ്പിക്കുവാൻ അവർക്ക് കഴിയുമായിരുന്നു. ഇന്നാകട്ടെ ആ വിധം യോഗ്യരായ ബ്രാഹ്മണ ജനങ്ങൾ തീരെയില്ല എന്ന് തന്നെ പറയാം. അതിനാലാണ് ഇത്തരം യജ്ഞങ്ങൾ ഇവിടെ നിരോധിക്കപ്പെട്ടിരുന്നത്. ഇതുകൊണ്ടാണ് ഈ രാമായണം തന്നെ വായിക്കണമെന്ന് പറയുന്നത്. കാരണം വേറെ ഏത് രാമായണം വായിച്ചാലും അവരെന്ത് പറയും? മൃഗത്തിനെ 3 കട്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. മനസ്സിലായി? നമ്മൾ ഈ മൃഗത്തെ കട്ട് ചെയ്യുന്നു എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. ആകെ കൂടെ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും രാമായണം വായിക്കുമ്പോൾ കൺഫ്യൂഷൻ വരും. പക്ഷേ കൺഫ്യൂഷനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ സോൾവ് ചെയ്തിട്ടാണ് പോകുന്നത്, തത്വം ഉൾക്കൊണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമുക്ക് ക്ലാരിറ്റിയോട് കൂടി മനസ്സിലാക്കാൻ പറ്റും എല്ലാ കാര്യങ്ങളും. അതാണ് യാഗ പരിസമാപ്തിയിൽ ദശരഥ മഹാരാജാവ് തൻ്റെ ഭൂമി മുഴുവനും 4 പുരോഹിത ശ്രേഷ്ഠന്മാർക്ക് ദാനം നൽകി. എന്നാൽ ആ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ അവർക്ക് ലഭിച്ച സമ്മാനം തിരികെ നൽകിയിട്ട് ഇപ്രകാരം അപേക്ഷിച്ചു:
അതായത് അദ്ദേഹത്തിൻ്റെ രാജ്യം, അദ്ദേഹത്തിൻ്റെ ഈ ലഭിച്ച അശ്വമേധ യജ്ഞം ചെയ്യുമ്പോൾ എല്ലാം ചക്രവർത്തിയായി, ആ ഒരു ഭൂമണ്ഡലത്തിൻ്റെ മുഴുവൻ ചക്രവർത്തിയായി. അദ്ദേഹം എന്താ ചെയ്തത്? ആ ലഭിച്ച ദാനം, ആ ലഭിച്ച സ്ഥലം എല്ലാം ബ്രാഹ്മണർക്ക് ദാനമായിട്ട് കൊടുത്തു. എന്നിട്ട് ആ ബ്രാഹ്മണർ എന്ത് ചെയ്തു? ശരി, നമ്മൾ സ്വീകരിച്ചു, നമുക്ക് വേണ്ടി അങ്ങ് തന്നെ ഈ രാജ്യം ഭരിച്ചോളൂ, ഈ രാജ്യം നമ്മൾ സ്വീകരിച്ചു, നമുക്ക് വേണ്ടി അങ്ങാണ് ഇത് ഭരിക്കേണ്ടത് എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, അല്ലയോ രാജാവേ, ഞങ്ങൾ വേദം പഠിക്കുന്നതിലും സന്യാസം ശീലിക്കുന്നതിലും മാത്രം ശ്രദ്ധ ചെലുത്തുന്നവരാണ്. സാമ്രാജ്യ പരിപാലനം ഞങ്ങളുടെ കർമ്മമല്ല. അതിനാൽ കൃപാപൂർവം ഞങ്ങൾക്ക് പ്രയോജനമുള്ള പശു, സ്വർണം ഇത്യാദി സമ്മാനങ്ങൾ നൽകിയാലും. എന്നാൽ ഈ സ്വർണങ്ങളൊക്കെ എന്തിനു വേണ്ടിയാണ് അവർ ചെയ്യുന്നത്? യജ്ഞങ്ങൾക്കും അതിനൊക്കെ വേണ്ടി, വീണ്ടും ദാനകർമ്മങ്ങൾക്ക് വേണ്ടിയാണ്. അങ്ങനെ അത് മാത്രം സ്വീകരിച്ച് ബ്രാഹ്മണർ എന്ത് ചെയ്തു? ദക്ഷിണയായിട്ട് സ്വീകരിച്ച് അവർ അവരുടെ കാര്യം നോക്കി മുന്നോട്ട് പോയി. ഇത്തരുണത്തിൽ ഋഷ്യശൃംഗൻ മഹാരാജാവിനെ സമീപിച്ച് ഒരു അഭിപ്രായം അറിയിച്ചു. പ്രിയ രാജൻ, അവിടത്തേക്ക് തീർച്ചയായും 4 പുത്രന്മാർ ജനിക്കും. എങ്കിലും ആയതിലേക്ക് പുത്രകാമേഷ്ടി എന്ന വിശിഷ്ട യാഗം കൂടി നടത്തുവാൻ ഞാൻ അങ്ങേ ഉപദേശിക്കുന്നു. മനസ്സിലായില്ലേ? അങ്ങനെ പൊതുവേ നമ്മൾ വിചാരിക്കുന്നത് ഡയറക്റ്റ്ലി പുത്രകാമേഷ്ടി ചെയ്തു എന്നാണ്. പക്ഷെ ആദ്യം എന്താ ചെയ്തത്? അശ്വമേധ യാഗം ചെയ്തു. അതിനുശേഷം ഋഷ്യശൃംഗനാണ് പറയുന്നത് പുത്രകാമേഷ്ടി യാഗങ്ങൾ ചെയ്യാൻ പറയുന്നത്. പൂർണ്ണ മനസ്സോടെ ദശരഥൻ പുത്രകാമേഷ്ടിയും നടത്തി. തത്സമയം ദേവന്മാരുടെ നായകന്മാർ ബ്രഹ്മദേവനെ സമീപിച്ച് ഇപ്രകാരം ഉണർത്തിച്ചു. അവിടെ പുത്രകാമേഷ്ടി യജ്ഞം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ ബ്രഹ്മദേവന്റെ അടുത്ത് ദേവന്മാർ സമീപിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്താണ്? മഹാത്മൻ, അങ്ങയുടെ ആശീർവാദത്താൽ ബലവാനായി തീർന്ന രാവണൻ ഏവരെയും ഇഷ്ടാനുസരണം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അടിയങ്ങൾക്ക് പോലും അവനെ അടുക്കുവാൻ കഴിയുന്നില്ല. അതിനാൽ ഈ ഉള്ളവൻ അവിടത്തേക്ക് ഒരു അപേക്ഷയാണ്. എപ്രകാരമെങ്കിലും രാവണനെ ഇല്ലായ്മ ചെയ്യുവാൻ ഒരു മാർഗം കണ്ടുപിടിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അതായത് രാവണൻ്റെ ശല്യം ഒരുപാട് കൂടി. ആ സമയത്ത് തന്നെയാണ് പുത്രകാമേഷ്ടി യജ്ഞവും നടക്കുന്നത്. അന്നേരം ദേവന്മാരെല്ലാം ബ്രഹ്മദേവൻ്റെ അടുത്ത് വന്നിട്ട് അപേക്ഷിക്കുകയാണ്, എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കണം. ഒരു നിമിഷം ബ്രഹ്മാവ് ചിന്തയിലാണ്ടു. അനന്തരം പറഞ്ഞു, വരങ്ങൾ ആവശ്യപ്പെട്ട സമയം മനുഷ്യരാൽ കൊല്ലപ്പെടരുത് എന്ന് വരം ചോദിക്കുവാൻ രാവണൻ ആഗ്രഹിച്ചില്ല. തൻ്റെ മുമ്പിൽ മനുഷ്യർ തുലോം ദുർബലരാണെന്ന് അതിര് കവിഞ്ഞ ആത്മവിശ്വാസമായിരുന്നു അതിന് പിന്നിൽ. ഇക്കാര്യത്തെക്കുറിച്ച് ബ്രഹ്മാവ് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരിക്കവേ ഭഗവാന്റെ അടുത്ത് തൻ്റെ ഗരുഡവാഹനത്തിൽ കോടി സൂര്യപ്രഭ ചൊരിഞ്ഞ് കുങ്കുമവർണ്ണ വസ്ത്രധാരിയായി 4 കരങ്ങളും ശംഖുചക്ര ഗദാപത്മങ്ങൾ വഹിച്ച് ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ശ്രീമദ് നാരായണൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ദേവന്മാർ അദ്ദേഹത്തെ അത്യാദരപൂർവ്വം തൊഴുതു വണങ്ങി ഇപ്രകാരം ഉണർത്തിച്ചു, പ്രപഞ്ചനാഥ, ദയാപൂർവം അടിയങ്ങളുടെ ആത്മരക്ഷയ്ക്കായി 4 അംശങ്ങളായി മാറി അവതരിച്ചാലും. ദശരഥ മഹാരാജാവിൻ്റെ 4 പുത്രന്മാരായി ജന്മമെടുത്ത് രാവണ നിഗ്രഹത്തിനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചാലും. ഭഗവാൻ മറുപടി അരുളി, ഭയം വെടിയുക. ദശരഥ പുത്രന്മാരായി പിറവിയെടുത്ത് നിങ്ങളുടെ ശത്രുനാശനം വരുത്തിയ ശേഷം 11,000 വർഷങ്ങൾ നാം ഭൂമി പരിപാലനം നടത്തുന്നതായിരിക്കും. അതായത് രാവണന നിഗ്രഹത്തിന് ശേഷം ഭഗവാൻ 11,000 വർഷം ഈ ഭൂമിയിലുണ്ടായിരുന്നു. ദേവകളെ അത്ഭുത സ്തബ്ധരാക്കിക്കൊണ്ട് നൊടിയിടിയിൽ ഭഗവാൻ അന്തർധാനവും ചെയ്തു. ഇത്രയും പറഞ്ഞിട്ട് ഭഗവാൻ അപ്രത്യക്ഷമായി. ഇതേ സമയം ദശരഥന്റെ യാഗാഗ്നിയിൽ നിന്നും ഒരു സാധാരണ രൂപം പ്രത്യക്ഷപ്പെട്ടു. ഇരുണ്ട നിറം പൂണ്ട ഐശ്വര്യപൂർണമായ അംഗങ്ങളുള്ള ആ വ്യക്തി അതിബലവാനും വിശിഷ്ട ആഭരണങ്ങളാലും അലങ്കൃതനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈകളിൽ പായസം നിറഞ്ഞ ഒരു സ്വർണ്ണ കലശവും ഉണ്ടായിരുന്നു. ആ ദിവ്യരൂപം മഹാരാജാവിനോട് അരുളി, നാം മഹാവിഷ്ണുവിൻ്റെ ദൂതനാകുന്നു എന്നാണ്. മനസ്സിലായില്ലേ? അന്നേരം ആ പുത്രകാമേഷ്ടി യജ്ഞം നടത്തി കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ തന്നെ വിഷ്ണുദൂതൻ ഒരു സ്വർണ്ണ കലശത്തിൽ ഒരു പായസമായിട്ട് വരികയാണ്, സ്വർണ്ണപാത്രത്തിൽ. കൂപ്പ് കൈകളോടെ ദശരഥൻ മറുപടി പറഞ്ഞു, അല്ലയോ വിഷ്ണുദൂത, അടിയൻ എന്ത് സേവനമാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. അന്നേരം വിഷ്ണുദൂതൻ പറഞ്ഞു, ഈ കലശത്തിലെ മധുര നിവേദ്യം 2 യാഗങ്ങളുടെയും ഫലസിദ്ധിയാണ്. അന്നേരം ശ്രീരാമചന്ദ്രമൂർത്തി വരാൻ ഒരു അശ്വമേധ യജ്ഞവും പുത്രകാമേഷ്ടി ഇത് 2 ചെയ്താലേ ഭഗവാൻ വന്നോളൂ എന്ന് മനസ്സിലാക്കണം. അതും ആര് ചെയ്യണം? ഋഷ്യശൃംഗൻ ചെയ്യണം. എങ്കിൽ മാത്രമേ ഭഗവാൻ വന്നിട്ടുള്ളൂ. അന്നേരം അവിടെ
അല്ലയോ വിഷ്ണു, അന്നേരം പറഞ്ഞു, ഈ കലശത്തിലെ മധുര നിവേദ്യം 2 യാഗങ്ങളുടെയും ഫലസിദ്ധിയാണ്. ഇത് താങ്കളുടെ 3 ഭാര്യമാർക്കും വീതിച്ചു നൽകുക. അങ്ങയുടെ വംശകീർത്തി എന്നെന്നും നിലനിർത്തുവാൻ പ്രാപ്തരായ 4 ആൺകുട്ടികൾ അങ്ങേക്ക് ജനിക്കും എന്ന് പറഞ്ഞു. കൃതജ്ഞതയോടെ ആ ദിവ്യ കലശം സ്വീകരിച്ച ദശരഥൻ തികഞ്ഞ ബഹുമാനത്തോടെ വിഷ്ണുദൂതനെ വലം വെച്ചു. ഒരു ഞൊടിയിൽ ആ ദിവ്യരൂപം അന്തർധാനം ചെയ്തു. പുത്രലബ്ധിക്ക് അത്രയേറെ ആഗ്രഹമുണ്ടായിരുന്നതിനാൽ ദശരഥൻ വേഗം തന്നെ ഭാര്യമാരുടെ അരികിലെത്തി. പ്രസാദത്തിൻ്റെ നേർപാതി പട്ടമഹർഷിയായ കൗസല്യയ്ക്കും കൈകേയിക്കും 4-1 സുമിത്രയ്ക്ക് 8-1 നൽകി. അല്പനേരം ചിന്തയിൽ മുഴുകി അദ്ദേഹം ശേഷിച്ച 8-1 കൂടി സുമിത്രയ്ക്ക് നൽകി. പായസം ഭുജിച്ച രാജപത്നിമാർ മൂവരും അത്യാഹ്ലാദത്തിലായി. സന്താന സൗഭാഗ്യം ഉടനടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ അവർക്ക് ലേശം പോലും സംശയമുണ്ടായിരുന്നില്ല. ശുഷ്കാന്തിയോടെ പായസം സേവിച്ച അവർക്ക് കാലക്രമത്തിൽ തങ്ങളുടെ ഗർഭപാത്രത്തിലെ ദിവ്യബീജങ്ങൾ വളരുന്നുണ്ടെന്ന് ബോധ്യമായി. ഇതറിഞ്ഞ ദശരഥനും ആനന്ദതുന്തിലനായി. തത്സമയം ബ്രഹ്മദേവൻ ദേവകൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകി. എന്താണ് നമുക്ക് നോക്കാം. അതായത് ഭഗവാൻ അവതരിക്കാൻ സമയമായി. വിഷ്ണു ഭഗവാൻ അധികം താമസിക്കാതെ മനുഷ്യ സമൂഹത്തിൽ അവതരിക്കുന്നതായിരിക്കും. തദവസരത്തിൽ നിങ്ങളും പലതരം ജന്മങ്ങൾ സ്വീകരിച്ച് ഭഗവാന് സഹായഹസ്തമേകണം. ആദ്യമായി നിങ്ങൾ അപ്സരസുകൾ, പെൺകുരങ്ങുകൾ, യക്ഷന്മാർ, നാഗന്മാർ, വിദ്യാധരന്മാർ എന്നിവരെയെല്ലാം സമ്മേളിപ്പിച്ച് കുരങ്ങുകളുടെ ഒരു ദിവ്യവംശം സൃഷ്ടിക്കണം. ഇവിടെ കുരങ്ങെന്ന് ഉദ്ദേശിച്ചെങ്കിലും അത് ട്രാൻസ്ലേഷനിൽ വാനരന്മാരെന്നാണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. കുരങ്ങും വാനരന്മാരുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അതാണ് നമ്മൾ. ഈ നവവംശജർ ഇഷ്ടാനുസരണം രൂപം മാറുന്നവരും അസാധാരണ മന്ത്രശക്തിയുള്ളവരുമായിരിക്കണം. അതിനു പുറമെ ബുദ്ധിയിലും ആയുധവിദ്യയിലും മുൻപന്തിയിലാവണം. നിങ്ങളോടൊപ്പം ശക്തി പ്രഭാവമുള്ള അവരുടെ ശരീരം അമാനുഷികതയുള്ളതും ആകണം. അന്നേരം ഈ ദേവന്മാരും വിദ്യാധരന്മാരും ഗന്ധർവന്മാരും ഇവരെല്ലാവരും വാനരകുലത്തിൽ ജനിക്കുകയാണ്. അപ്സരസുകളും ഇവരൊക്കെ. ആ ആജ്ഞ ശ്രവിച്ചതും ഇന്ദ്രൻ ബാലിയെയും സൂര്യൻ സുഗ്രീവനെയും സൃഷ്ടിച്ചു. ഇതിൻ്റെ പുറകെ വലിയൊരു രസകരമായിട്ടുള്ള കഥയുണ്ട്. അത് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ചർച്ച ചെയ്യാം. ബൃഹസ്പതി താരയും കുബേരൻ ഗന്ധമാധരവും വിശ്വകർമാവ് നലനും അഗ്നിദേവൻ നീലനും അശ്വനി കുമാരന്മാർ മൈതൻ ദ്വിവിധൻ എന്നിവരുമായി പരിണമിച്ചു. വരുണൻ സുഷേണനായപ്പോൾ വായുദേവൻ ഹനുമാനെ സൃഷ്ടിച്ചു. അത് നമുക്കറിയാം. അത് മഹാദേവന്റെ ബീജമാണ് വായുവിലൂടെ അഞ്ജനാദേവിയിൽ പോകുന്നത്. ആഞ്ജനേയൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇവർക്ക് പുറമെ അന്നേരം ഇതിൽ അവരെങ്ങനെ ജനിച്ചു എന്ന് വാൽമീകി രാമായണത്തിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അത് കൂടുതലും മറ്റു പുരാണങ്ങളിലൊക്കെയാണ്. അന്നേരം ഇത് ഡയറക്റ്റ്ലി അവർ അവതരിച്ചു എന്നുള്ള കാര്യം മാത്രമാണ് പറയുന്നത്. ഇവർക്ക് പുറമെ ഭഗവാനെ സഹായിക്കുവാൻ 10,000-കണക്കിന് വാനര ജന്മം പല ദേവന്മാർ കൊണ്ടു. ഓരോ രൂപവും രാക്ഷസ ഘടനയുള്ളതും രാവണനെതിരെ പൊരുതുവാൻ അത്യവ്യഗ്രതയുള്ളതുമായിരുന്നു. വളരെ ശക്തിശാലിയായിട്ടുള്ള വാനര രൂപമാണ് ഇവരെല്ലാവരും എടുത്തത്. അവരെ സൃഷ്ടിച്ച അർദ്ധദൈവങ്ങളെപ്പോലെ സങ്കല്പത്തിൽ നിന്നും ജന്മം കൊണ്ടവരും സാഗരങ്ങളെപ്പോലെ ഇളക്കി മറിക്കുവാൻ കെൽപ്പുള്ളവരുമായിരുന്നു. അവർക്ക് ഇച്ഛാനുസൃതം ഏത് രൂപം എടുക്കാനും സമുദ്രങ്ങളെ പോലും ഇളക്കി മറിക്കാനുള്ള ശക്തിയുള്ള വാനരന്മാരായിട്ട് വന്നു. അവിടെ ദേവന്മാർ നടത്തിയ സൃഷ്ടി സത്യത്തിൽ 3 തരത്തിലുള്ളതായിരുന്നു. അതിന് മുൻപ് തന്നെ കരടികളുടെ രാജാവായ ജാംബവാൻ ബ്രഹ്മദേവൻ കോട്ടുവായിടുന്ന സമയത്ത് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ബ്രഹ്മദേവൻ ഇങ്ങനെ കോട്ടുവായിട്ടപ്പോഴാണ് ജാംബവാൻ വന്നത്. ഈ കരടികളുടെ ഒരു സമൂഹവും വേറെ 2 തരത്തിലുള്ള കവി സമൂഹങ്ങളും കൂടി 3 തരം സൃഷ്ടികളാണ്. കവി സമൂഹത്തിൽ ഒന്ന് പശുവിൻ്റേതുപോലെ നീണ്ട വാലുകളും ഉണ്ടായിരുന്നു. കരടികളും കവികളുമായിട്ട് ഏതാണ്ട് 10 ശതലക്ഷം മൃഗങ്ങളാൽ ഭൂമി നിറഞ്ഞ് കവിഞ്ഞു. വനങ്ങളിലെ 10 ശതലക്ഷമാണ്. ഹരേ കൃഷ്ണ. വനങ്ങളിലെ ഫലമൂലാദികളെല്ലാം അപഹരിച്ച് അവരവിടെ എല്ലാം അലഞ്ഞു തിരിഞ്ഞു. വെയിറ്റ് ചെയ്യണം നായകൻ വരാൻ വേണ്ടി. അതുവരെ തിന്നും കുടിച്ചും നടക്കും. അതാണ് ജോലി. ഇതേ സമയം പുത്രകാമേഷ്ടിയുടെ ഹവിസ് സ്വീകരിക്കുവാൻ എത്തിയ ദേവകളും പുരോഹിതന്മാരും ഋഷിശൃംഗനും ശാന്തയും ക്ഷണിക്കപ്പെട്ട അതിഥികളും എല്ലാം താന്താങ്ങളുടെ വാസസ്ഥലത്തിലേക്ക് മടങ്ങിപ്പോയി. അവർ പുത്രകാമേഷ്ടി ചെയ്ത് അവരവരുടെ സ്ഥലത്തേക്ക് പോയി.
12 മാസം നോക്കണേ, 12 മാസം കഴിഞ്ഞതിന് ശേഷം, 12 ചന്ദ്രമാസങ്ങൾക്ക് ശേഷം ചൈത്രമാസത്തിലെ 9-ാം രാവിൽ, അതായത് ഈ ഞായറാഴ്ച, കൗസല്യ ഒരു പുത്രന് ജന്മം നൽകി. ശ്രീരാമചന്ദ്ര ഭഗവാനിക്ക് ജയ്. അരുണനേത്രങ്ങളും, ഭഗവാന്റെ രൂപം വർണ്ണിക്കുകയാണ്, ശ്രദ്ധിച്ചു കേൾക്കൂ. അരുണനേത്രങ്ങളും അധരങ്ങളും നീണ്ട ബാഹുക്കളും ഐശ്വര്യ ലക്ഷണങ്ങൾ അത്രയും തികഞ്ഞ ശരീരവുമുള്ള കൗസല്യാസുതൻ മഹാവിഷ്ണുവിൻ്റെ അർദ്ധ തേജസ് ഉൾക്കൊണ്ടവനായിരുന്നു. അടുത്തതായി വിഷ്ണു ഭഗവാന്റെ 4/1 തേജസ് ഉൾക്കൊണ്ട ഒരു പുത്രൻ കൈകേയിയും ജനിച്ചു. കൗസല്യാപുത്രന്റെ ജനനം കഴിഞ്ഞ് 2 ദിവസമായപ്പോൾ സുമിത്ര ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. ഓരോ കുഞ്ഞും 8-1 അംശം വിഷ്ണു ചൈതന്യത്താലും ഉടമയായിരുന്നു. നവജാത ശിശുക്കൾ 4 രൂപസാദൃശ്യമുള്ളവരും അതീവ ബുദ്ധിശാലികളും കാഴ്ചക്കാരുടെ കണ്ണിലുണ്ണികളുമായിരുന്നു. ഇവരുടെ ജനന സമയത്ത് ആകാശത്ത് നിന്ന് ദേവകളുടെ പുഷ്പവൃഷ്ടിയും ദിവ്യ സംഗീതനാദവും ഉണ്ടായി. അയോധ്യ നിവാസികൾക്ക് ഇതൊരു ഉത്സവവേളയായി. ഗായകരും നർത്തകരും അഭിനേതാക്കളും ജനങ്ങളോടൊപ്പം തെരുവിൽ കളിക്ക ഇറങ്ങി ആനന്ദ നൃത്തം ചവിട്ടി രസിപ്പിക്കുകയും ചെയ്തു. കൗസല്യാസുതൻ പിറന്ന് 13-ാം നാൾ രാജഗുരുവായ വസിഷ്ഠമുനി നാമകരണ ചടങ്ങ് നിർവഹിച്ചു. അനുഗ്രഹീതനായ വസിഷ്ഠമുനി കൗസല്യ തനയന് രാമനെന്നും കൈകേയി പുത്രന് ഭരതനെന്നും സൗമിത്രേയന്മാർക്ക് ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്ന പേര് വിളിച്ചു. അല്ലേ, പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആനന്ദമല്ലേ? അതാണ്. അനന്തരം ആ ശിശുക്കൾക്ക് ശുദ്ധികർമ്മങ്ങൾ മുതൽ പവിത്രമായ പൂനൂൽ കർമ്മങ്ങൾ വരെയുള്ള സർവ്വക്രിയകളും വസിഷ്ഠമുനി തന്നെ നിർവഹിച്ചു. വസിഷ്ഠന്റെ വിദഗ്ധ ശിക്ഷണത്തിൽ കീഴിൽ 4 വേദവിശാരദന്മാരും വീരയോദ്ധാക്കളുമായി സർവോപരി ദൈവീക നന്മകളുടെ ഉറവിടമായി വളർന്നു വന്നു. രാമൻ സർവ്വ വിഷയങ്ങളിലും തൻ്റെ സഹോദരന്മാരെ കവച്ചുവെച്ചു. അത് തീർച്ചയായിട്ടും അത് നടക്കേണ്ട കാര്യമാണല്ലോ. സാമർഥ്യം പ്രകടമാക്കി. ന്യായമായും രാമൻ ദശരഥന്റെ കണ്ണിലുണ്ണിയായി തീർന്നു. കുട്ടിക്കാലം മുതൽക്ക് തന്നെ രാമനും ലക്ഷ്മണനും അന്യോന്യം ഗാഢമായി സ്നേഹിച്ചിരുന്നു. ഒന്നാലോചിച്ചു, ലക്ഷ്മണനെ കൂടാതെ രാമന് ഊണും ഉറക്കവും ഉണ്ടായിരുന്നില്ല. രാമൻ വേട്ടയ്ക്ക് പോകുമ്പോൾ പോലും രാമനെ പിരിഞ്ഞു നിൽക്കാൻ ലക്ഷ്മണൻ ഒരുക്കമായിരുന്നില്ല. ഇണപിരിയാത്ത ചങ്ങാതികളായിരുന്നു അവർ. ഇതേപോലൊരു ആത്മബന്ധമായിരുന്നു ഭരത ശത്രുഘ്നന്മാർ തമ്മിൽ. അവരെയും വേർപിരിക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല. വിദ്യാഭ്യാസം പൂർത്തിയായതും 4 മക്കളുടെയും വിവാഹം നടത്താനുള്ള തിടുക്കത്തിലായി ദശരഥ മഹാരാജ്. അത് പിന്നെ അന്വേഷിക്കണ്ടല്ലോ, അവർ തന്നെ കണ്ടെത്തും. പതിവ് പോലെ അദ്ദേഹം രാജഗുരു വസിഷ്ഠനുമായി അക്കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കവേ എന്താ സംഭവിക്കുന്നത്? രാജഋഷി വിശ്വാമിത്രൻ രാജകൊട്ടാരത്തിൽ ആകുന്നില്ല. വളരെ രസകരമാണ് ഈ സംഭവം കേട്ടോ, ശ്രദ്ധിച്ചേക്കോ. മഹാരാജാവും വസിഷ്ഠനും ആസനങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് ആദരപൂർവ്വം മഹർഷിയെ എതിരേറ്റു. യോഗ്യമായ രീതിയിൽ ആതിഥി പൂജകൾ ദശരഥ വിശ്വാമിത്രനെ രാജസഭയിലേക്ക് അനയിച്ച് സുവർണ സിംഹാസനത്തിൽ ആസനസ്ഥനാക്കി. അനന്തരം വിനയാന്വിതനായിട്ട് ദശരഥൻ ഇപ്രകാരം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അല്ലയോ മാമുനി ശ്രേഷ്ഠ, ജനന മരണാദി ചക്രങ്ങളെ തരണം ചെയ്യുവാൻ അങ്ങ് എടുത്തിരുന്ന കഠിന ശ്രമങ്ങൾ വിജയപര്യവസമായി ആയി എന്ന് വിശ്വസിക്കുന്നു. സമ്മാനമായി അമൃത് കൈവന്ന പോലെയും കടുത്ത വരൾച്ചയ്ക്ക് ശേഷം വന്ന വർഷപാതം പോലെയും അനവത്യന് ലഭിച്ച പുത്രഭാഗ്യം പോലെയും നഷ്ടമായി എന്ന് കരുതിയ നീതി വീണ്ടും ലഭിച്ച പോലെ അങ്ങയുടെ ആഗമനം നമ്മിൽ വർദ്ധിച്ച ആഹ്ലാദത്തെ ഉളവാക്കിയിരിക്കുന്നു. അന്നേരം ഇങ്ങനെ ഋഷിമാരൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആദരവ് ബഹുമാനത്തോടു കൂടി സ്തുതിച്ചിങ്ങനെ സംസാരിക്കണമല്ലോ. അതൊക്കെയായി വിശ്വാമിത്ര മുനിയുടെ കുശലാന്വേഷണങ്ങൾക്ക് ഉത്തരമേകിയ ശേഷം ദശരഥൻ ഇപ്രകാരം ഉണർത്തിച്ചു. മഹാമുനി, അങ്ങയുടെ ആഗമനത്താൽ നാം ബഹുമാന്യനും അനുഗ്രഹീതനുമായിരിക്കുന്നു. താങ്കളുടെ ആഗമന ഉദ്ദേശം അറിയിക്കുകയാണെങ്കിൽ ആയത് ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാൻ വേണ്ടത് നാം അനുഷ്ഠിക്കുന്നതായിരിക്കും അരുൾ ചെയ്താലുമെന്ന്. അങ്ങ് എന്ത് പറഞ്ഞാലും ഞാൻ അടിയൻ അത് നിർവഹിക്കാൻ വേണ്ടി തയ്യാറാണെന്ന് പറഞ്ഞു. രാജാവിൻ്റെ സ്വീകരണത്തിലും സൽക്കാരത്തിലും അതീവ പ്രീണിതനായ വിശ്വാമിത്രൻ ഉത്തരം നൽകി. നമ്മുടെ ഒരു മഹായാഗം പരിസമാപ്തിയിൽ എത്തിക്കൊണ്ടിരിക്കവേ മാരീചൻ, സുബാഹു എന്ന ദുഷ്ടരാക്ഷസന്മാർ വന്ന് തടസ്സം സൃഷ്ടിക്കുന്നു. നമ്മുടെ പരിശ്രമങ്ങളെല്ലാം പാഴാക്കി നമ്മെ ഹതാശനാക്കുക കൊണ്ട് അവർ നമ്മുടെ യാഗവേദിയിൽ മാംസവും രക്തവും വിതറി നിരന്തരം അശുദ്ധമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇനിയും അങ്ങോട്ട് യുദ്ധമാണ്, അല്ലെ? കൊട്ടേഷൻ തുടങ്ങുകയാണ്. കൊട്ടേഷൻ കൊടുക്കാൻ വേണ്ടിയാണ് വിശ്വാമിത്ര മുനി വന്നത്. ഈ യാഗം നാം ശ്രേഷ്ഠമായി കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നു.
ആ ദുഷ്ടരാക്ഷസന്മാരെ 2 ഗ്യാങ്, രാമന്റെ ഗ്യാങ്ങും രാവണന്റെ ഗ്യാങ്ങും 2 ഗ്യാങ്ങും തമ്മിലുള്ള ഗ്യാങ് വാറാണ് ഇനി തുടങ്ങുന്നത്. ഈ യാഗം നാം ശ്രേഷ്ഠമായി കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നു. ആ ദുഷ്ടരാക്ഷസന്മാരെ നിഷ്പ്രയാസം വധിക്കുവാൻ രാമന് സാധിക്കും. അക്കാര്യത്തിൽ നമുക്ക് യാതൊരു ശങ്കയുമില്ല. മഹാരാജാവേ, പുത്രവാത്സല്യം മൂലം അങ്ങ് നമ്മുടെ അഭ്യർത്ഥന നിരസിക്കരുത്. ഇതിന് പ്രത്യുപകാരമായി നാം താങ്കളുടെ മേൽ ധാരാളം അനുഗ്രഹാശിസുകൾ വർഷിക്കുന്നതായിരിക്കും. രാമൻ തികച്ചും സുരക്ഷിതനായി താങ്കളുടെ പക്കൽ വന്ന് ചേരും. പൂർണ്ണ വിശ്വാസത്തോടെ അങ്ങ് രാമനെ നമുക്കിപ്പം അയക്കുക. ദശരഥ മഹാരാജ് താടിയിൽ കൈവയ്ക്കാൻ തുടങ്ങി അല്ലേ. ഇദ്ദേഹം വിചാരിച്ചു ഇതൊന്നുമല്ല ഇദ്ദേഹം ചോദിക്കാൻ പോകുന്നു. അന്നേരം രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദശരഥ മഹാരാജാവിൻ്റെ ചങ്കാണ്. അന്നേരം ചങ്ക് പറിക്കുന്ന പോലെ അത് പറഞ്ഞ അങ്ങ് എന്ത് പറഞ്ഞാലും ചെയ്യാന്ന് വാക്കും കൊടുത്തു പോയി. പക്ഷെ ചോദിച്ചത് രാമനെ. ഒരു ദിവസം പോലും, ഒരു നേരം പോലും രാമനെ പിരിഞ്ഞിരിക്കാൻ ദശരഥ മഹാരാജാവിന് പറ്റത്തില്ല. എന്താ ഇപ്പം പറയേണ്ടത്? എന്നിട്ട് ചോദിക്കുന്ന ആളാണെങ്കിൽ വിശ്വാമിത്രൻ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് എല്ലാം കൂടെ തകർത്ത് കളയും. അന്നേരത്തേക്ക് മുൻകൂട്ടി വിശ്വാമിത്രൻ എല്ലാം പറഞ്ഞു. പുത്രവാത്സല്യം കൊണ്ട് നോ പറയരുത്, ഓൾറെഡി അഗ്രിമെന്റ് സൈൻ ചെയ്ത. എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് രാമനെ കൊണ്ട് ഈ മാരീചനും സുഭാവനും ഇട്ട് നല്ല പണി കൊടുക്കാൻ പറ്റുമെന്നറിയാം അല്ലേ, എൻകൗണ്ടർ ചെയ്യാൻ പറ്റുമെന്നറിയാം. അന്നേരം പക്ഷേ ദശരഥ മഹാരാജാവിന്റെ നോട്ടത്തിൽ ഇത് കൊച്ചു കുട്ടികളല്ലേ, അല്ലെ, കൊച്ചു 4 കുട്ടികൾ, ഇവരെന്ത് ചെയ്യാനാണ്? പക്ഷെ വിശ്വാമിത്രനെ അറിയൂ ഈ കുട്ടികൾ എന്തൊക്കെയാണ് ഇനി പണി ചെയ്യാൻ പോകുന്നത്. വിശ്വാമിത്രനെ അറിയാം, പക്ഷെ ദശരഥന്റെ നോട്ടത്തിൽ ഇത് കൊച്ചു കുട്ടികളാണ്. അന്നേരത്തെ ഇനി എന്താ സംഭവിക്കുക നോക്കാം. വിശ്വാമിത്രന്റെ വാക്കുകൾ പുത്രവാത്സല്യം നിറഞ്ഞ കവിഞ്ഞൊഴുകുന്ന ദശരഥ ഹൃദയത്തെ കീറി മുറിച്ചു. കാരണം അത്രയ്ക്ക് സ്നേഹമാണ് രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അദ്ദേഹത്തിന്റെ ശരീരം തളർന്ന് വിറവ് കൊള്ളുവാൻ ആരംഭിച്ചു. അദ്ദേഹം ബോധം കെട്ടുന്നത് തന്നെയാണ്. മുനി തന്റെ വാക്കുകൾ ഉപസംഹരിച്ചപ്പോഴേക്കും ദശരഥൻ അസ്ഥിപ്രജ്ഞനായി സിംഹാസനത്തിൽ ഇരുന്നു. പാവം എന്തുമാത്രം രാമനെ സ്നേഹിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. സുബോധം പെട്ടെന്ന് തന്നെ വീണ്ടെടുത്തുവെങ്കിലും രാമനെ പിരിയേണ്ടി വരുമെന്ന് ഓർത്തത് വീണ്ടും മോഹാലസ്യത്തിലായി. സത്യം പറഞ്ഞാൽ ദശരഥ മഹാരാജ് വീണ്ടും വീണ്ടും ബോധം കെടും. പല സംഭവങ്ങളിലും വളരെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പുത്രവാത്സല്യം അത് നമ്മൾ മനസ്സിലാക്കണം. എന്തുമാത്രം രാമനെ സ്നേഹിച്ചിരുന്നു ദശരഥ മഹാരാജ എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വബോധം പെട്ടെന്ന് തന്നെ വീണ്ടെടുത്തുവെങ്കിലും രാമനെ പിരിയേണ്ടി വരുമെന്ന് ഓർത്തത് വീണ്ടും മോഹാലസ്യത്തിലേക്ക് നീങ്ങി സിംഹാസനത്തിൽ നിന്ന് നിലം പതിക്കുകയാണ് ഉണ്ടായത്. ചിലപ്പോൾ അദ്ദേഹം ആക്ടിങ് ചെയ്തു തരും. ഈ ആക്ടിങ് കണ്ടിട്ടെങ്കിലും അദ്ദേഹം പോട്ടെ. പക്ഷെ ബോധം ഉണ്ടെന്നപ്പോൾ അദ്ദേഹം എന്താ ഇവിടെ, ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞു. എല്ലാവർക്കും രാമനെ വേണം, എല്ലാവർക്കും രാമനെ വേണം. അന്നേരം എന്താ ചെയ്യാൻ പറ്റുന്നത്? വേറെ ഓപ്ഷൻ ഇല്ല. അദ്ദേഹം ബോധം കെട്ടൊക്കെ നോക്കി, പക്ഷെ കണ്ണു തുറന്നപ്പോൾ ആള് ഇവിടെ തന്നെ ഇരിക്കുന്ന പോകുന്നില്ല. അന്നേരം വീണ്ടും ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷമാണ് അപ്രാവശ്യം അദ്ദേഹത്തിന് ബോധം തരുന്നത്. 1 മണിക്കൂർ വരെ അഭിനയിച്ച് നോക്കി, പക്ഷെ ഒരു രക്ഷയില്ല. വിശ്വാമിത്രൻ രാമനെ കൊണ്ടേ പോകും. തന്റെ മുന്നിലിരിക്കുന്ന വിശ്വാമിത്രനെ കണ്ടതും ദശരഥൻ യാചിക്കുവാൻ തുടങ്ങി, ഭിക്ഷ എടുക്കാൻ തുടങ്ങി. മഹാമുനെ, മാമുനി ശ്രേഷ്ഠ, സർവരുടെയും അഭ്യുതാകാംക്ഷയാണ് താങ്കൾ. പിന്നെ എന്തിനാണ് എനിക്കിട്ട് ഇങ്ങനെ പണിയുന്നത് അല്ലേ? എല്ലാവരുടെയും നല്ലത് ആഗ്രഹിക്കുന്ന ആളല്ലേ അങ്ങ്. നമ്മുടെ പുത്രൻ രാമൻ വെറും 16 വയസ്സ് മാത്രമേ തികഞ്ഞിട്ടുള്ളൂ. ആയോധന കല മുഴുവനായിട്ടും പഠിച്ചു കഴിഞ്ഞിട്ടില്ല അല്ലേ? നല്ലപോലെ അമ്പ് ചെയ്യാൻ പോലും അറിയത്തില്ല. യുദ്ധഭൂമി കണ്ട പരിചയം പോലും ഇല്ല ആൾക്ക്. ഇത്രയേറെ അപര്യാപ്തതയുള്ള നമ്മുടെ മകനെ കൊണ്ടുപോകരുതേ. പകരം നാം വലിയൊരു സൈന്യവുമായി അങ്ങയോടൊപ്പം വന്ന് ആ രാക്ഷസന്മാരെ നിഗ്രഹിച്ചു തരാം. അതല്ല, രാമൻ തീർച്ചയായും അങ്ങയോടൊപ്പം ഉണ്ടാവണമെന്നാണെങ്കിൽ നമ്മയും നമ്മുടെ സൈന്യത്തെയും കൂടെ കൊണ്ടുപോകുവാൻ അനുവദിക്കുക. എല്ലാവർക്കും രാമൻ്റെ ഒപ്പം നിന്ന് യുദ്ധം ചെയ്യാനാവുമല്ലോ. എന്തുമാത്രം രാമനെ സ്നേഹിക്കുന്നു നോക്കും ദശരഥ മഹാരാജ്. പ്രിയ മുനെ, നാം ഒരു വൃദ്ധനാണ്. രാമനെ പിരിഞ്ഞുള്ള ഇതാണ് ഇപ്പൊ സത്യം പറഞ്ഞത്, ഇതാണ് യഥാർത്ഥ സത്യം. ഇത് പറഞ്ഞതൊക്കെ വെറുതെ. രാമനെ പിരിയാൻ പറ്റുന്നതാണ്. പ്രിയ മുനെ, നാം ഒരു വൃദ്ധനാണ്. രാമനെ പിരിഞ്ഞുള്ള ഒരു ജീവിതം നമുക്ക് അസാധ്യമാണ്. ദയവ് ചെയ്ത് ആ 2 രാക്ഷസന്മാരെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് തരിക അല്ലേ? അവരെ സ്കെച്ച് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. അവരുടെ സിദ്ധികളും മറ്റ് എന്താണെന്ന് ഒരു രൂപം നമുക്ക് കിട്ടേണ്ടതുണ്ട്. തെരഞ്ഞു പിടിച്ച് അവനെ തട്ടാം അല്ലേ? വിശ്വാമിത്രൻ മറുപടി പറഞ്ഞു. നല്ല ആളോടാ പറയുന്നത്. രാക്ഷസ രാജാവായ രാവണൻ ഈ വിശ്വത്തെ ആഗമനം അടിച്ചമർത്തുകയാണ്.
ആകമാനം അടിച്ചമർത്തി. ഒരു യാഗത്തിന് ഭ്രംശം വരുത്തുവാൻ സ്വയം കഴിവില്ലെങ്കിൽ ഈ 2 രാക്ഷസന്മാരെ മാരീചൻ സുബാഹു അയച്ചാണ് ചെയ്യിക്കുക. അന്നേരം ആ ഒരു ഈ സുബാഹു മാരീചനെയും അയച്ചിരിക്കുന്നത് എവിടെയൊക്കെ യജ്ഞങ്ങൾ നടക്കുന്നോ അവിടെയൊക്കെ നാശം വരുത്തുക, യജ്ഞങ്ങൾ മുടക്കുക. രാവണനാമം ശ്രവിച്ചതും ദശരഥൻ ഒന്നുകൂടി ഭയചകിതനായി ഇപ്രകാരം വിളിച്ചത്, അയ്യോ ഈ മാരീചനും രാവണന്റെ ആൾക്കാരാണോ? പിന്നെ ഞാൻ ഒരിക്കലും വൈകിട്ടില്ല. ഈ കൊച്ചുകുട്ടി ആ രാവണ ഗ്യാങ്കുമായിട്ടാണ് അടികൂടാൻ പോകുന്നത്. എന്താണെന്ന് പറയുന്നത്? അദ്ദേഹം വിചാരിച്ചു ഏതോ തെരുവിലുള്ള ചോട്ട ഗുണ്ടകളാണെന്നാണ് വിചാരിച്ചത്. ഇത് വെടാ പാർട്ടീസ് അല്ലേ, ഇവരുമായിട്ടാണോ എൻ്റെ രാമനെ അയക്കുന്നത്? 16 വയസ്സ് കഴിഞ്ഞ രാവണനെതിരെ യുദ്ധം ചെയ്യുവാൻ ആരാലും സാധിക്കില്ല. ആ രാക്ഷസന്മാരെ പോലും നമുക്കോ നമ്മുടെ മകനോ തോൽപ്പിക്കുവാൻ സാധിക്കുമെന്ന് നമുക്ക് ഉറപ്പില്ല. മഹർഷേ, അങ്ങയുടെ അഭ്യർത്ഥന അനുസരിക്കുവാൻ നമുക്ക് യാതൊരു നിർവാഹവുമില്ല. നമ്മുടെ മകനെ അങ്ങയോടൊപ്പം അയക്കുക എന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഇനിയാണ് ആളുടെ മുഖം മാറുന്നത്. നോക്കണേ, ദുഃഖഭാരത്താൽ സമചിത്തത നഷ്ടപ്പെട്ട ദശരഥൻ പലതും പുലമ്പുകയുണ്ടായി. അഭ്യർത്ഥന നിരസിച്ചതിന് പുറമെ പുലമ്പലുകളും കൂടിയായപ്പോൾ മഹർഷിക്ക് അപമാനബോധമുണ്ടായി. തീർന്നു. ഉഗ്രകോപത്തോടെ വിശ്വാമിത്രൻ ആക്രോശിച്ചു, വിഡ്ഢിയായ രാജാവേ, അങ്ങയുടെ അഹങ്കാര നിമിത്തം ഈ സാമ്രാജ്യം തന്നെ നശിക്കുവാനിടയാകും. ഇനി ശാപമാണ്. നമ്മുടെ അഭ്യർത്ഥന സ്വീകരിക്കണമെന്ന് വാക്ക് തന്ന ശേഷം ഇപ്പോൾ അങ്ങ് പിൻവാങ്ങുന്നു. രഘുവംശത്തിൽ ഒരു ബ്രാഹ്മണനോട് ഇത്തരം ഒരു അപരാധം ആരെങ്കിലും ചെയ്തതായി കേട്ടിട്ട് പോലുമില്ല. ഉടനടി തന്നെ ശാപഗ്രസ്തമായി ഈ കൊട്ടാരം വിട്ട് നാം യാത്രയാകുന്നു. ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. പോയി കഴിഞ്ഞാൽ എല്ലാം കത്തും. അതാണ് ഋഷിമാർ. വിശ്വാമിത്രന്റെ ശരീരം കോപത്താൽ വിറകൊണ്ടു. അപ്പോൾ ഭൂമി ഒട്ടാകെ വിറയ്ക്കുകയും സ്വർഗത്തിലെ ദേവന്മാർ പോലും സംഭീതരാവുകയും ചെയ്തു. നോക്കണേ, ഇതാണ് വിശ്വാമിത്രന്റെ തപസ്. ഭയങ്കര തപോബലമാണ് അവർക്കൊക്കെ. അവരൊന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ടക്കെന്ന് പറഞ്ഞ് എല്ലാം കെടുക്കാൻ തുടങ്ങും. ഈ ഘട്ടത്തിൽ വസിഷ്ഠ മുനി ദശരഥന്റെ സമയത്ത് വേഗം ഒന്ന് വന്നേ, വെറുതെ പണി മേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് രാജഗുരുവായിട്ടുള്ള വസിഷ്ഠ മുനി പറഞ്ഞു, അല്ലയോ രാജാവേ, നമ്മുടെ വംശത്തിന്റെ പുണ്യം മുഴുവനും ഈ അധർമ്മക്രിയയിലൂടെ ഇല്ലായ്മ ചെയ്യരുത്. വിശ്വാമിത്രനെ വെറുപ്പിച്ച് വിട്ടുകഴിഞ്ഞാൽ എല്ലാ പുണ്യപ്രവൃത്തികളും ചമ്മെന്ന് പറഞ്ഞ് തീരും. അങ്ങ് സ്വമേധയാൽ നൽകിയ സത്യവചനം അനുസരിച്ച് ഇപ്പോൾ അവിടുത്തെ പുത്രനെ വിശ്വാമിത്രനൊപ്പം അയച്ചു തന്നെ തീരണം. ഭൂതകാലത്തിൽ വിശ്വാമിത്രൻ രാജാവായിരുന്നു. അന്ന് മഹാദേവൻ അദ്ദേഹത്തിന് ദിവ്യ ആയുധങ്ങൾ ദാനം ചെയ്തിരുന്നു. മനസ്സിലായില്ലേ? ആ ദിവ്യ ആയുധങ്ങൾ വിശ്വാമിത്രൻ നിശ്ചയമായും രാമന് നൽകും. എന്താ പറഞ്ഞത്? വിഷമിക്കണ്ട, രാമനെ കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. എല്ലാവിധ ലേറ്റസ്റ്റ് വെപ്പൺസ് ആണ് അല്ലെ, AK-47. ഒന്നുമല്ല. ഇത് ഭയങ്കര ടെക്നോളജി, മിസൈൽ, ബോംബ് അതൊക്കെ കൊടുക്കും അല്ലേ. ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ദിവ്യാസ്ത്രങ്ങളും രാമൻ്റെ കൊടുക്കും. അന്നേരം രാമൻ പവർഫുൾ കമാൻഡോ ആയിട്ടായിരിക്കും മാറുന്നത്. അതുകൊണ്ട് ഒട്ടും ടെൻഷൻ അടിക്കുമെന്ന് പറഞ്ഞു. മാത്രമല്ല, ആ രാക്ഷസന്മാരെ നിഗ്രഹിക്കാൻ വേണ്ട ശക്തി സ്വയം ഉണ്ടായിരുന്നിട്ടും രാമന്റെ കീർത്തി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയാണ് വിശ്വാമിത്രൻ അങ്ങയോട് ഈ അഭ്യർത്ഥന നടത്തിയത്. ഈ രാക്ഷസന്മാര് വിശ്വാമിത്ര മുനിയുടെ മുമ്പിൽ ഒന്നുമല്ല. വിശ്വാമിത്ര മുനി ഒന്ന് ദേഷ്യപ്പെടുമ്പോഴേ ദേവന്മാർ വിറയ്ക്കുന്നുണ്ടെങ്കിൽ ഈ മാരീചനും സുബാഹുവും ഒന്നുമല്ല. പക്ഷേ അദ്ദേഹം ആ ഒരു പണിയൊക്കെ നിർത്തി, അതായത് കൊട്ടേഷൻ പണിയൊക്കെ നിർത്തിയിട്ടിരിക്കുകയാണ് അല്ലെ, നല്ല കുട്ടിയായിട്ട് ഇരിക്കുകയാണ്. വെറുതെ വീണ്ടും ആ പഴയ പണിക്ക് പോകണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഒരു ചാൻസ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. കുട്ടികൾക്കൊരു പേരാവട്ടെ എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് വിട്ടേരെ, ഡോണ്ട് വറി എന്നാണ് വസിഷ്ഠ മുനി പറഞ്ഞത്. ദീർഘദർശിയായ തൻ്റെ ഗുരുവിൻ്റെ മൊഴി ദശരഥന്റെ ഭീതികളെല്ലാം തുടച്ചു മാറ്റി. ഇപ്പോഴാണ് ഒരു സമാധാനം. എന്താണ്? ലേറ്റസ്റ്റ് വെപ്പൺ കിട്ടും രാമന്, പിന്നെ ഒരു പേരും കൂടെ കിട്ടും, ഇവനെ തട്ടി എന്നുള്ളൊരു പേരും കൂടെ. അന്നേരം നമ്മുടെ ഗുണ്ട ഗ്യാങ്ങിൽ എൻ്റെ മോൻ നല്ല ഉയർന്നു നിൽക്കട്ടെ. ഞാൻ ഒരു രസത്തിന് വേണ്ടി പറയുന്നത് കേട്ടോ, ക്ഷമിക്കണം. അന്നേരത്തെ ആ ഒരു ലേറ്റസ്റ്റ്, എൻ്റെ മകൻ ഒരു ദിവസം ഡോൺ ആവണം, അതാണ് ദശരഥന്റെ ആഗ്രഹം. എല്ലാ ഡോണുകളെയും തട്ടിയിട്ട് ഡോൺ ഓഫ് ദ ഡോൺ ആകണം, അതാണ് ദശരഥന്റെ ആഗ്രഹം. അന്നേരം ആ ഒരു ചക്രവർത്തിയായിട്ട് ഭരിക്കാൻ രാമന്റെ ആ ഒരു ശൗര്യവും വീര്യവും ഇനിയും കൂടണം എന്നാണ് ദശരഥന്റെ ആഗ്രഹം. എങ്കിൽ പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം വീണ്ടും ശാന്തനും സമചിത്തനുമായി മാറി. സസന്തോഷം അദ്ദേഹം രാമനെ കൊണ്ടുപോകാൻ അനുവാദം നൽകുകയും തദ്വാര വിശ്വാമിത്രൻ കോപം വെടിഞ്ഞ് പ്രീതനാവുകയും ചെയ്തു.
താമസം വിന അമ്പും വില്ലും കയ്യിലേന്തിയ രാമലക്ഷ്മണന്മാരോടൊപ്പം വിശ്വാമിത്രൻ കൊട്ടാരം വിട്ടിറങ്ങിയപ്പോൾ സ്വർഗത്തിൽ നിന്നും ചൊരിഞ്ഞ പുഷ്പങ്ങൾ കാറ്റിലൊഴുകിയെത്തി ദിവ്യ സംഗീതവും ആലപിച്ചു. ഇവരിപ്പോൾ എന്തിനാ പുഷ്പവൃഷ്ടി ഇടുന്നതാണ്? കാരണം അവർ മടുത്തിരിക്കുകയാണ്. എപ്പോഴാണ് രാമ അങ്ങോട്ട് യുദ്ധക്കളത്തിൽ കാരണം രാക്ഷസന്മാർ ദേവന്മാരെ അങ്ങോട്ടും വിടത്തില്ല ഇങ്ങോട്ടും വിടത്തില്ല, അങ്ങനെ അവസ്ഥയിലിരിക്കുകയാണ്. ആ അവസ്ഥയിൽ എങ്ങനെയെങ്കിലും രാമൻ കാട്ടിലോട്ടൊന്ന് ഇറങ്ങണം. കാട്ടിലോട്ട് ഇറങ്ങുമ്പോൾ എന്താണ്, കറക്റ്റായിട്ട് ഗുണ്ടകളെ കണ്ടും ഉടനെ തട്ടും. അതോടുകൂടി ഓരോരോ ആൾക്കാരെയും കൊന്നിട്ട് വേണം നമുക്ക് സമാധാനമായിട്ടൊന്ന് ഇറങ്ങി നടക്കാൻ എന്നാണ് ദേവന്മാരുടെ പ്ലാൻ. മനസ്സിലായില്ലേ? അന്നേരം ദേവന്മാര് എങ്ങനെയെങ്കിലും രാമനെയും രാവണനെയും കൂട്ടി മുട്ടിപ്പിക്കണം, അതാണ് അവരുടെ ലക്ഷ്യം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ രാമൻ എന്ന് പറഞ്ഞാൽ ഒടുക്കലത്തെ മര്യാദ പുരുഷോത്തമനാണ്. അദ്ദേഹത്തിന്റെ ഏരിയയിൽ കയറി ആരെങ്കിലും കളിച്ചെങ്കിൽ മാത്രമേ അദ്ദേഹം തട്ടൂ, അങ്ങോട്ട് കയറി ആരെയും തട്ടത്തില്ല. അന്നേരം ദേവന്മാർ വിചാരിച്ചു എങ്ങനെയെങ്കിലും രാവണനെ ഇദ്ദേഹത്തിന്റെ ഏരിയയിൽ കണക്ട് ചെയ്യിപ്പിക്കണം. അതിനു വേണ്ടിയാണ് ഇവിടെ പ്ലാനിങ് നടക്കുന്നത്. എങ്കിലേ രാമൻ ഫയർ ചെയ്യത്തുള്ളൂ. ദേവന്മാർ വിചാരിച്ചു ഇങ്ങനെയുണ്ടോ മര്യാദ പുരുഷൻ? കൃഷ്ണനാണെങ്കിൽ ഏരിയയിലൊന്നും കളിക്കണ്ട, അവിടുത്തെ ഏരിയയിൽ പോയി ചാടി കളിച്ചോളൂ. കംസൻ പാവം അവിടെ മിണ്ടാതിരിക്കുകയായിരുന്നു അല്ലേ, അങ്ങോട്ട് കയറി അടിക്കുന്നുള്ളതാണ്. പക്ഷെ രാമൻ അങ്ങനെയല്ല, ഇങ്ങോട്ട് കയറി ആരെങ്കിലും തോണ്ടിയാലേ അങ്ങോട്ട് കയറി തോണ്ടത്തുള്ളൂ. പിന്നെ ഇങ്ങോട്ട് കയറി തോണ്ടി കഴിഞ്ഞാൽ പിന്നെ ഒരു മാന്ത് വള്ളു, പിന്നെ തീർന്നു. പക്ഷെ ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങനെയല്ല, ഭഗവാന് ചാൻസ് നോക്കി കിടക്കുവാണ്, അങ്ങോട്ട് കയറി അടിച്ചോളൂ. ഇതാണ് നമുക്ക് വളരെ രസകരമാണ് രണ്ടുപേരുടെയും ആ ഒരു ഭാവത്തിലുള്ള വ്യത്യാസം. ഇപ്പൊ ഉദാഹരണത്തിന് മധുരയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ എത്തിയപ്പോൾ അവിടെ ആ ഒരു അലക്കുകാരനെ കണ്ടു. ഈ അലക്കുകാരനാണ്, ഞാൻ പല സത്സംഗത്തിൽ പറഞ്ഞ കാര്യമാണ്, ഈ അലക്കുകാരൻ തന്നെയാണ് സീതാദേവിക്കെതിരെ അപവാദം തുടങ്ങിയത്. മനസ്സിലായില്ലേ? അന്നേരം ഈ ഒരു അലക്കുകാരൻ തന്നെയാണ് രാമായണത്തിന്റെ ആ ഒരു സമയത്ത് സീതാദേവിക്കെതിരെ അപവാദം പറഞ്ഞത്. അതേ അലക്കുകാരൻ തന്നെ ശ്രീകൃഷ്ണ ലീലയിൽ കംസന്റെ അലക്കുകാരനായിട്ട് വന്നു. അന്നേരം ഭഗവാൻ നോക്കി നിന്നു അവൻ വന്നപ്പോൾ അല്ലേ. എന്നിട്ട് ഭഗവാൻ അറിയാം ഇവൻ വാ തുറന്നു കഴിഞ്ഞാൽ എന്താ പറഞ്ഞ ചൊറിഞ്ഞേ സംസാരിക്കും. ഭഗവാൻ അത് തന്നെയാണ് വേണ്ടത്. ഭഗവാൻ അത് തന്നെയാണ് വേണ്ടത്. അതായത് ഭഗവാൻ ഒരു ചാൻസ് നോക്കിയിരിക്കുകയാണ്. അന്നേരത്തേക്ക് കൃഷ്ണനും ബലരാമനും ഇങ്ങനെ ഇരിക്കുകയാണ്. അന്നേരത്തേക്ക് ഭഗവാൻ വളരെ വിനയാന്വിതനായിട്ട് പറഞ്ഞു, അയ്യോ എൻ്റെ എത്ര നല്ല ഡ്രസ്സുകളാണ്, നമ്മൾ പാവം ഗ്രാമവാസികളാണ്, നമുക്ക് ഡ്രസ്സൊന്നുമില്ല, ദയവ് ചെയ്ത് ആ ഡ്രസ്സൊന്ന് തരുമോ അല്ലേ. ഉടനെ ഞാൻ പറഞ്ഞു, നീ ആരോടെ ചോദിക്കാൻ, കംസന്റെ ഡ്രസ്സാണ് ഇത്, നിനക്ക് വല്ലതും അറിയാമോ? എന്ത് ഇതായിരുന്നു എനിക്ക് വേണ്ടത്. ഭഗവാൻ ഇതാണ് ഞാൻ നോക്കിയത്. കാരണം കഴിഞ്ഞ ജന്മം മുതലേ നിന്നെ ഓങ്ങി വെച്ചിരിക്കുകയാണ്. എൻ്റെ ഭാര്യയ്ക്കെതിരെ നീ കുറ്റം പറഞ്ഞു, നീ കാരണമാണ് എൻ്റെ സീതയെല്ലാം ഇത്രയും ദുഃഖം അനുഭവിച്ചത്. കഴിഞ്ഞ ജന്മം മുതലേ ഞാൻ നോക്കിയിരുന്നതാണെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഇങ്ങോട്ട് കൈ തുറന്നിട്ട് ടപ്പ് കർണക്കുറ്റി ഒരടി, തല തെറിച്ചു പോയിരുന്നു. ഈ ലോകത്തിൽ ഇതുവരെ നടക്കാത്തൊരു സംഭവമാണ്. പൊതുവെ തല ഇറക്കണമെങ്കിൽ ആയുധം വേണ്ടേ, ഭഗവാൻ കർണക്കുറ്റി അടിച്ച് തല തെറിപ്പിച്ചു എന്നുള്ളതാണ്. കർണക്കുറ്റി ഒറ്റയടി, കാരണം കഴിഞ്ഞ യുഗം മുതലേ ഓങ്ങി വെച്ചിരുന്നു. അന്നേരം കർണക്കുറ്റി ഓങ്ങി ഒരടി അടിച്ചപ്പോൾ തല തെറിച്ചു പോയി, ശരീരം അവിടെ തന്നെയുണ്ട്, തല അങ്ങ് കട്ടായി പോയി. ഇത് രജനീകാന്ത് സിനിമയിൽ മാത്രമേ നടക്കൂ, പക്ഷെ കൃഷ്ണ യഥാർത്ഥത്തിൽ ചെയ്തു. കർണക്കുറ്റി ഒരടി അടിച്ചപ്പോഴത്തേക്ക് തല അർത്ഥങ്ങ് പോയി. ഇതാണ് കൃഷ്ണന്റെ സ്വഭാവം. ഇങ്ങോട്ട് കയറി ഒന്നും ചെയ്യണ്ട, അങ്ങോട്ട് കയറി എല്ലാം ചെയ്തു. അന്നേരം എങ്ങനെയെങ്കിലും ദേവന്മാർ ഈ പുഷ്പവൃഷ്ടി ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും രാമൻ കാട്ടിലോട്ടൊന്ന് ഇറങ്ങണം, എങ്ങനെയെങ്കിലും കാട്ടിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ അടുത്ത പണികളൊക്കെ നമുക്ക് ഒപ്പിക്കാൻ പറ്റൂ. അതാണ്. അന്നേരം വളരെ വേഗത്തിൽ വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരും അയോധ്യ പിന്നിലാക്കി ബഹുദൂരം മുന്നോട്ട് പോയി. സരയൂ നദിക്കരയിലൂടെ ഏതാണ്ട് 20 നാഴികയോളം നടന്നു കഴിഞ്ഞപ്പോൾ വിശ്വാമിത്രൻ കുട്ടികളോട് പറഞ്ഞു, പ്രിയപ്പെട്ട രാമ, ശരീരശുദ്ധി വരുത്തുവാനായി അല്പം ജലം നുകർന്നാലും നാം നിനക്ക് ബലം അതിബലം എന്ന മന്ത്രങ്ങൾ ചൊല്ലിത്തരുന്നുണ്ട്. ഈ മന്ത്രങ്ങൾ സ്വയാത്തമാക്കിയാൽ തളർച്ച, വാർദ്ധക്യം എന്നിവയിൽ നിന്ന് നിത്യമോക്ഷം കിട്ടുമെന്ന് മാത്രമല്ല
അതുല്യമായ ജ്ഞാനവും ശക്തിയും കൂടി നിൻ്റേതാകും. ഈ ഗുണങ്ങളെല്ലാം സ്വതേ ഉണ്ടെന്ന് എനിക്കറിയാമെങ്കിലും നിന്റെ ഗുണത്തിനായി ഞാനും നിന്റെ മന്ത്രങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇതെൻ്റെ ഒരു നിവൃത്തിയും കൂടിയാണ്. അതായത് ഒരു സേവനമെന്ന്. ഭഗവാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഭഗവാന് വാർദ്ധക്യമില്ല, വിശപ്പില്ല, ദാഹമില്ല, ഒന്നുമില്ല. ഭഗവാന്റെ ശരീരം ആധ്യാത്മികമാണ്. പക്ഷെ എന്നിട്ടും സേവനം എന്നുള്ള രീതിയിൽ വിശ്വാമിത്ര മുനി ആ ഒരു ബലം, അതിബലം എന്നീ മന്ത്രങ്ങൾ ഉൾക്കൊണ്ടതും രാമൻ 1000 സൂര്യ തേജസ്സോടെ ജ്വലിക്കുവാൻ തുടങ്ങി. ആ നദീക്കരയിൽ മഹർഷിയും കുട്ടികളും സസുഖം ഒരു രാത്രി ചെലവഴിച്ചു. അടുത്ത ദിനം സരയു, ഗംഗാ നദികളുടെ സംഗമ പ്രദേശത്തിൽ അവർ എത്തിച്ചേർന്നു. മഹർഷിമാരുടെ ഒരു ആശ്രമം അവിടെ കണ്ട രാമൻ അതിൻ്റെ പൂർവ്വചരിത്രം ആരാഞ്ഞു. വിശ്വാമിത്രൻ വിശദീകരിച്ചു, ഈ സ്ഥലത്ത് വെച്ചാണ് തപസ്സിൽ നിന്ന് തന്നെ ഉണർത്തി വിഘാതം സൃഷ്ടിച്ച കാമദേവനെ മഹാദേവൻ കോപാഗ്നിയിൽ ഭസ്മീകരിച്ചത് എന്ന് പറഞ്ഞു. ഋഷികളാൽ സ്വീകരിക്കപ്പെട്ട 3 യാത്രികരും ആശ്രമത്തിൽ ആ രാത്രി ചെലവഴിച്ചു. അടുത്ത ദിവസം പ്രഭാതത്തിൽ തന്നെ ഗംഗ കടക്കുവാൻ ആരംഭിച്ചു. നദീമധ്യത്തിൽ എത്തിയപ്പോൾ എവിടെയോ ഒരു ജലപാതത്തിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ശബ്ദം വരുവാൻ സാധ്യത ഒട്ടുമില്ലായിരുന്നു. രാമൻ ഇതേക്കുറിച്ച് അഭിപ്രായം പറഞ്ഞപ്പോൾ വിശ്വാമിത്രൻ വിശദീകരണം നൽകി. ഒരിക്കൽ ബ്രഹ്മദേവൻ തൻ്റെ മനസ്സിനുള്ളിൽ നിന്ന് ഒരു തടാകം സൃഷ്ടിച്ചു. അതിൻ്റെ പേര് മാനസ സരോവരം എന്നായിരുന്നു. ആ തടാകമാണ് സരയൂ നദിയുടെ മൂലസ്ഥാനം. നീ കേൾക്കുന്ന ശബ്ദം മാനസ സരോവരത്തിൽ നിന്നും ഗംഗയിലേക്ക് വന്നു പതിക്കുന്ന ജലത്തിൻ്റെതാണ്. ഈ വിശുദ്ധ സ്ഥലത്താണ് നീ നിൻ്റെ പ്രാർത്ഥനകളും നമസ്കാരങ്ങളും സമർപ്പിക്കുന്നത്. അതാണ് രാമായണം. വളരെ എക്സൈറ്റിംഗ് ആണ്. രാമൻ്റെ ആ ഒരു ടൂറാണ്. രാമനും സീതാദേവിക്കും കാട്ടിൽ നിൽക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം. പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാം, പുതിയ ഗുണ്ടകൾ വരും, അവരെ തട്ടുക, പിന്നെ അടുത്ത് മുന്നോട്ട് പോവുക. അങ്ങനെ വളരെ എക്സൈറ്റിംഗ് അഡ്വഞ്ചറസ് ജേർണിയാണ് രാമൻ്റേത്. കാരണം ഏകദേശം കൃഷ്ണൻ്റെ സ്വഭാവം. കൃഷ്ണനും വൃന്ദാവനമാണ് ഇഷ്ടം, അല്ലേ? കൊട്ടാരമൊന്നുമല്ല ഇഷ്ടം, കാട്ടിൽ താമസിക്കുന്നതാണ് ഇഷ്ടം. അതാണ്. അന്നേരം ഗംഗാനദിയുടെ തെക്കേക്കരയിൽ എത്തിയപ്പോൾ മനുഷ്യവാസം തീരെയില്ലാത്ത ഒരു ഘോര വനം കണ്ടു. രാമൻ പറഞ്ഞു, തീർത്തും വിജനമായ ഈ വനം കാഴ്ചക്കാരുടെ ഹൃദയത്തിൽ ഭീതി ജനിപ്പിക്കുന്നു. താങ്കൾക്ക് കാരണം അറിയുമെങ്കിൽ ദയവ് ചെയ്ത് പറഞ്ഞു തന്നാലും. വിശ്വാമിത്രൻ ഉത്തരം നൽകി, വൃത്രാസുരനെ ഹനിച്ച ഇന്ദ്രൻ ആ പാപകർമ്മത്തിൻ്റെ ഫലമായി തേജസ്സില്ലാത്തവനായി അധപ്പതിച്ചു. നഷ്ടപ്പെട്ട തേജസ് വീണ്ടെടുക്കുവാനായി വൈദിക മന്ത്രങ്ങൾ കൊണ്ട് ശാക്തീകരിച്ച ഗംഗാജലത്തിൽ ദേവേന്ദ്രനെ ദേവന്മാർ നീരാടിപ്പിച്ചു. അനന്തരം ദേവേന്ദ്രൻ്റെ അശുദ്ധി കലർന്ന ജലം ദേവകൾ ഈ വനത്തിൽ ഒഴുക്കിയത്. ദേവേന്ദ്രൻ്റെ പാപഫലങ്ങൾ സ്വീകരിച്ച ഈ വനത്തിന് അദ്ദേഹം അനുഗ്രഹം നൽകി. തൽഫലമായി ഇവിടെ വളരെ സമ്പൽ സമൃദ്ധി ആവുകയും ആയതിനാൽ മാലട, കരുഷ എന്നീ സാമ്രാജ്യങ്ങൾ ഇവിടെ സ്ഥാപിതമാവുകയും ചെയ്തു. പക്ഷേ പിൽക്കാലത്ത് താടക എന്നൊരു ഭീകര രാക്ഷസി ഇവിടേക്ക് വന്ന് ജനങ്ങളെ ഭീതിയിൽ ആഴ്ത്തി തുടങ്ങി. നോക്കണേ, താടക ശുണ്ഠൻ എന്ന രാക്ഷസന്റെ ഭാര്യയും മാരീചൻ അവരുടെ മകനുമത്രേ. രാമനും ആദ്യം കൊല്ലുന്നത് ഒരു സ്ത്രീയാണ്. കൃഷ്ണനും പൂതനയിൽ നിന്നാണ് തുടങ്ങുന്നത്. അതേപോലെ പിന്നെ അങ്ങോട്ട് ഒന്നിൻ്റെ ഓരോ ഇങ്ങനെ വന്നോളുന്നത്. അതേപോലെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. താടകയാണ് ആദ്യം ഭഗവാൻ കൊല്ലുന്നത്. താടക ശുണ്ഠൻ എന്ന രാക്ഷസന്റെ ഭാര്യയും മാരീചൻ അവരുടെ മകനുമത്രേ. ഈ മാരീചനെ വധിക്കുവാനാണ് നാം നിന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. താടകയുടെ ക്രൂരതകൾ സഹിക്കുവാനാകാതെ സർവ ജനങ്ങളും ഇവിടെ ഉപേക്ഷിച്ച് മറ്റെവിടേക്കോ പോയിരിക്കുക. ആയതിനാലാണ് ഈ വനം വിജനമായി തീർന്നത്. പ്രിയ രാമ, നീ ഇന്ന് തന്നെ പ്രസ്തുത രാക്ഷസിയെ വധിച്ച് ഈ രാജ്യത്തിൻ്റെ കഷ്ടതകൾക്ക് ഒരു അറുതി വരുത്തണം. ആ രാക്ഷസി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരു മനുഷ്യനും ഈ വനത്തിൽ കാൽ വയ്ക്കാൻ പോലും ധൈര്യപ്പെടുകയില്ല. താടക അത്രമേൽ ദുഷ്ടയാകയാൽ ഒരു സ്ത്രീയോട് കാണിക്കേണ്ട ദാക്ഷിണ്യം അവൾ അർഹിക്കുന്നില്ല. യാതൊരു സങ്കോചവും കൂടാതെ അവളെ നീ നിഗ്രഹിക്കുക. രാമൻ ഇപ്രകാരം മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? താങ്കൾ എൻ്റെ ഗുരുവാണ്, അതിനാൽ അങ്ങയുടെ ആജ്ഞ അനുസരിക്കേണ്ടത് എൻ്റെ കടമയാകുന്നു. ഒപ്പം തന്നെ വില്ലിൻ്റെ ഞാൺ വലിച്ച് അസ്ത്രം തൊടുത്തപ്പോഴുണ്ടായ ഞാണുളി 4 ദിക്കിലും പ്രതിധ്വനിക്കുകയുണ്ടായി. സർവ്വജീവികളുടെയും ഭയവിഹ്വലരാക്കി ആ കഠോര സ്വരം താടക വസിച്ച ഗുഹയിലും എത്തി. കോപാന്തയായ താടക ഭ്രാന്തിളകിയ പോലെ ആകാശത്തുകൂടി പറന്ന് ആ ശബ്ദത്തിൻ്റെ ഉറവിടം തേടി വന്നു. അവൾ സമീപത്തേക്ക് വരുന്ന കാഴ്ച രാമൻ കണ്ടു. രാമൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവത്തെ അന്നേരം രാമൻ ആശ്ചര്യത്തോടെ, രാമായണം വളരെ രസകരമാണ്. അതായത് ഭഗവാനാണെങ്കിലും രാമന് ഒരു കുട്ടി സ്വഭാവമാണ്.
പലതും കാണുമ്പോൾ ലക്ഷ്മണ നീ നോക്കടാ, ഇതൊക്കെ എന്തോ സംഭവം. സത്യമായിട്ട് വളരെ വളരെ നിഷ്കളങ്കനാണ് രാമൻ. മനസ്സിലായില്ലേ? വളരെ നിഷ്കളങ്കനാണ് രാമൻ. പലപ്പോഴും ഈ ഒരു കുട്ടികളുടെ സ്വഭാവമാണ് ശ്രീരാമചന്ദ്രമൂർത്തിക്ക് രാമായണത്തിൽ. നമുക്കത് വളരെ ആസ്വദിക്കാൻ പറ്റും. ഭഗവാനാണ്, സാക്ഷാത് ഭഗവാനാണ്. പക്ഷേ രാമന്റെ ആ ഒരു നിഷ്കളങ്കത്വം നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന് ശൂർപ്പണഖ വന്നിട്ട് ഇങ്ങനെ രാമനെ പ്രപ്പോസ് ചെയ്യുമ്പോഴും രാമൻ അറിയാതെ ചിരിച്ചു. അന്നേരം രാമനും ലക്ഷ്മണന്റെ ഇടയിൽ ഒരു നല്ല സൗഹൃദ ബന്ധമുണ്ട്, കളി ചിരി തമാശയൊക്കെ. അത് വളരെ രസകരമാണ് രാമായണത്തിലെ. അന്നേരം ഇവിടെ അതാ സംഭവിക്കുന്നത്. അന്നേരം രാമൻ ആശ്ചര്യത്തോടെ പറഞ്ഞു, ലക്ഷ്മണ ഈ വിരൂപിയായ രാക്ഷസിയെ നോക്കൂ, എന്തൊക്കെയായാലും ഇവളൊരു സ്ത്രീയല്ലേ, ഇതെന്താ ഇങ്ങനെ? അതുകൊണ്ട് ഞാൻ ഇവളെ കൊല്ലുന്നില്ല, പക്ഷേ കൈകാലുകൾ വെട്ടി ഇവളെ നിരുപദ്രവകാരിയാക്കുന്നുണ്ട് എന്നൊക്കെ ഭഗവാൻ വളരെ രസകരമായിട്ട് ഇങ്ങനെ പറയുകയാണ്. മാന്ത്രിക ശക്തിയാൽ ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിച്ച് താടക രാമലക്ഷ്മണന്മാരുടെ കാഴ്ച പൊടിപടലത്തിൽ മറച്ചു. പെട്ടെന്ന് ആകാശത്ത് നിന്ന് ശിലാവർഷമുണ്ടായി. സമചിത്തത വേഗം വീണ്ടെടുത്ത രാമൻ തൻ്റെ അസ്ത്രങ്ങളാൽ ഓരോ ശിലയും ഖണ്ഡിച്ചു. അനന്തരം അവളുടെ കൈ. ഇനി ബാക്കി നമുക്ക് നാളെ കാണാം. താടകയായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള യുദ്ധമാണ് നമുക്ക് നാളെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ശ്രീരാമചന്ദ്രമൂർത്തി की जय, ലക്ഷ്മണ സ്വാമി की जय, ഭരതശത്രുഘ്ന സ്വാമി की जय, ഹനുമൻ സ്വാമി की जय. ഇതാണ് രാമായണം. എത്ര മനോഹരമാണ് നോക്കണേ. നമ്മൾ ഒരു അധ്യായം പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ബാലകാന്ഡം കംപ്ലീറ്റ് ആയിട്ടില്ല. ബാലകാന്ഡം നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായല്ലേ? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം ഈ ഒരു ഗ്രന്ഥം വളരെ മനോഹരമാണ്. നമ്മൾ വീണ്ടും വീണ്ടും പൂർണ്ണപ്രജ്ഞ പ്രഭുവിൻ്റെ തൃപ്പാദങ്ങൾ നമസ്കരിക്കണം. കാരണം ആ രാമായണത്തിൻ്റെ ആ ഒരു സാരാംശത്തെ, അല്ലെങ്കിൽ ആ പൂർണ്ണമായിട്ടും രാമായണത്തിൽ നിന്നും എന്താണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് പൂർണ്ണമായിട്ടും അദ്ദേഹം ഇതിൽ നൽകിയിട്ടുണ്ട്. അത് തർജ്ജമ ചെയ്ത ഭക്തർക്കും നമ്മൾ നമസ്കാരങ്ങൾ അർപ്പിക്കുന്നു. അന്നേരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കുട്ടികൾ വായിക്കേണ്ട ഒരു ഗ്രന്ഥമാണ് ഈ ഒരു ഗ്രന്ഥം. ഹരേ കൃഷ്ണ. പിന്നെ എല്ലാവർക്കും ഒരു കാര്യം പറയാൻ മറന്നുപോയി. കർക്കിടക മാസത്തോടനുബന്ധിച്ച് കർക്കിടക മാസത്തിൽ രാമായണം ദാനം ചെയ്യുന്നത്, വാങ്ങുന്നത്, ഇതൊക്കെ വളരെ നല്ലതാണ്. അതുകൊണ്ട് ഒരാൾ പറയുന്നു കേട്ടു മതിയായില്ല. സത്യം വളരെ സൂപ്പർ. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഭഗവാന് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്താ പറയേണ്ടത് അല്ലേ? സത്യമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ലവകുശന്മാരിരുന്ന് ഇങ്ങനെ രാമായണം പറഞ്ഞപ്പോൾ ഭഗവാൻ സിംഹാസനത്തിൽ ഇരുന്ന് ഇങ്ങനെ കേൾക്കുകയാണ്. കേട്ടപ്പോൾ എല്ലാവരും വളരെ ചിരിച്ച് കൈകൊട്ടി ഇതാക്കുമ്പോൾ ഭഗവാൻ വിചാരിച്ചു ഇവർക്ക് ഇത്രയും സന്തോഷം വരുന്നോ? അല്ല, ഞാൻ ഭഗവാൻ വിചാരിച്ചു ഇവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ടായിരിക്കും, താഴെ ഇറങ്ങി കേൾക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു? ആരും അറിയാതെ എല്ലാവരും കഥയിൽ ഇങ്ങനെ മഗ്നരായിട്ട് കേൾക്കുന്നുണ്ട്. ആരും അറിഞ്ഞില്ല ഭഗവാൻ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങിയത്. എന്നിട്ട് മെല്ലെ ഒരു പ്രജകളുടെ ഇടയിൽ വന്ന് രാമൻ ഇങ്ങനെ ഇരുന്നിട്ട് രാമായണം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം അതിൻ്റെ ഇടയിൽ ഭഗവാൻ ആരെയോ തട്ടിയപ്പോഴത്തേക്ക് നമ്മൾ ഈ സിനിമയിലൊക്കെ ഇടി ഇടുന്നതൊക്കെ കാണുമ്പോഴത്തെ അടുത്തുള്ളവർ ഇടിക്കാനൊക്കെ തോന്നില്ല. അന്നേരത്തേക്ക് പ്രജയിൽ ഒരാൾ രാമൻ്റെ തുടയിൽ നോക്കി ഒറ്റയാണ് ഭഗവാൻ ഇനി ഇവിടെ ഇരുന്ന് ശരിയാവത്തില്ല പറഞ്ഞിട്ട് ആള് വീണ്ടും അവിടെ പോയി. വെറുതെ പറഞ്ഞല്ല, സത്യമായിട്ട്. ഇത് രാമായണം എന്ന് പറഞ്ഞാൽ 24,000 ശ്ലോകത്തിൽ ഒതുങ്ങുന്നതല്ല. കൈലാസത്തിൽ 1 കോടി ശ്ലോകങ്ങളാണ് രാമായണത്തിലുള്ളത്. 1 കോടി. കാരണം മഹാദേവന് വളരെ വിസ്തരിച്ച് രാമായണം കേൾക്കണം. രാമൻ കൈപൊക്കുന്നത്, രാമൻ ഇങ്ങനെ തിരിഞ്ഞത് എല്ലാം മഹാദേവന് കേൾക്കണം. രാമൻ വില്ലെടുത്തത് എല്ലാം കേൾക്കണം. രാമന്റെ ഓരോ ആക്ഷൻസും പാദം മുതൽ മുടി വരെ എല്ലാം വിശദമായിട്ട് ഇങ്ങനെ വളരെ സ്ലോ മോഷനിൽ എല്ലാം കാണാം. അതുകൊണ്ട് 1 കോടി ശ്ലോകങ്ങളാണ്. അത്രയ്ക്ക് മൈന്യൂട്ട് ഡീറ്റെയിലാണ് രാമായണം. പോന്നോ കൈലാസത്തിൽ? കേൾക്കാം അല്ലേ? അവിടെ നമുക്ക് കേൾക്കാൻ പറ്റും. അവിടെ ഇതേ ഉള്ളൂ, ഭാഗവതം രാമായണം, ഭാഗവതം രാമായണം, രാമായണം ഭാഗവതം, ഭാഗവതം രാമായണം. ഇത് തന്നെയാണ്. ഇന്ന് ഭാഗവതമെങ്കിൽ നാളെ രാമായണം, രാമായണമെങ്കിൽ ഭാഗവതം. ഇത് തന്നെയാണ് മഹാദേവന്റെ ജോലി. ഇത് പറയുമ്പോൾ മാത്രമേ മഹാദേവൻ വാ തുറക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ മിണ്ടാതിരുന്ന് ജപിച്ചുകൊണ്ട്. അന്നേരം പാർവതി ദേവി വന്നിട്ട് പതി പരമേശ്വരായ നമഃ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊള്ളായിരുന്നു, രാമനെ കുറിച്ച് കേൾക്കാൻ വലിയ ആഗ്രഹം. അന്നേരത്തേക്ക് ആളിങ്ങനെ പറഞ്ഞു തുടങ്ങും. അന്നേരത്തേക്ക് ഭൂതഗണങ്ങൾ എല്ലാവരും കേൾക്കും. മനസ്സിലായില്ലേ?
അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിമനോഹരമാണ് രാമായണം. അന്നേരം നാളെ നമുക്ക് ചർച്ച ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞത് കർക്കിടക മാസത്തോടനുബന്ധിച്ച് രാമായണം വേണ്ടുന്ന ഭക്തർക്ക് ഓർഡർ ചെയ്യാം. കാരണം ഒരു സർപ്രൈസ് ഉണ്ട് കർക്കിടക മാസത്തിൽ. ഇപ്പോൾ ഞാൻ വെളിപ്പെടുത്തുന്നില്ല, വളരെ സ്പെഷ്യലായിരിക്കും. അന്നേരം ആ ഒരു തിരക്കിലാകുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഓർഡർ നിങ്ങളുടെ അടുത്തേക്ക് ബുക്സ് എത്തിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ പറ്റുന്ന ഭക്തർ നേരത്തെ തന്നെ ഓർഡർ ചെയ്യുക. കർക്കിടക മാസത്തോടനുബന്ധിച്ച് നിങ്ങൾക്ക് രാമായണം ഓർഡർ ചെയ്യാം. ഈ ഒരു രാമായണം ഗിഫ്റ്റായിട്ട് കൊടുക്കാം. പിന്നെ വളരെ സ്പെഷ്യലായിട്ട് രാമായണ തുലാഭാരം, ഹരേ കൃഷ്ണ, രാമായണം കൊണ്ട് തുലാഭാരം. നമ്മൾ ഗീതാദാനം ചെയ്തപ്പോൾ ഭഗവത്ഗീത ഓരോ വ്യക്തികളും അവരവരുടെ വെയിറ്റ് അനുസരിച്ച് ഗീതാദാനം ചെയ്തിരുന്നു. ഒരുപാട് ഗീത നമ്മൾ വിതരണം ചെയ്തു പല പല വ്യക്തികൾക്കും. അതേപോലെ ഇത് കണ്ടില്ലേ, രാമായണം വളരെ പവർഫുള്ളാണ്. അമ്പലങ്ങളിലൊക്കെ ദാനമായിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്താൽ നിങ്ങളുടെ അടുത്തേക്ക് രാമായണം എത്തിയും നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ദാനമായിട്ട് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ വെയിറ്റ് അനുസരിച്ച് രാമായണം ഓർഡർ ചെയ്യാം. പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ തന്നെ വിതരണം ചെയ്യണം, രാമായണം ദാനമായിട്ട് കൊടുക്കണമെങ്കിൽ അതും ചെയ്യാം. ഇതൊക്കെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. കണ്ടില്ലേ, കുറച്ച് വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു ആനന്ദമാണ്. ഇതെല്ലാവരും വായിച്ചിരിക്കേണ്ടതാണ് സത്യമായിട്ടും. ഈ ഒരു രാമായണവും ശ്രീകൃഷ്ണ ബുക്കും വളരെ സിമ്പിളാണ്. എപ്പോഴും നമ്മൾ ടെൻഷനായിട്ട് ഇരിക്കുമ്പോഴും ഒരു പേജ് വായിച്ചു കഴിഞ്ഞാൽ വളരെ മനോഹരമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതും ഒരു പ്രാവശ്യമല്ല, ഒരു പ്രാവശ്യം വായിച്ചു തീർന്നാൽ നിർത്തരുത്, വീണ്ടും വായിക്കണം. ഈ രാമായണം മുഴുവൻ നമ്മുടെ ഹൃദയത്തിലാകണം. എന്നിട്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും സാഹചര്യങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാണാൻ പഠിക്കണം. അതാണ് നമ്മൾ വേണ്ടുന്നത്. അന്നേരം അതിനുള്ള ഒരു അവസരമുണ്ട്. പിന്നെ ഗംഗാജലം, പരിശുദ്ധ ഗംഗാജലവും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഗുരുവായൂർ മഞ്ജരീസിൽ നിന്ന്. ഓക്കെ, ഇത് വേണ്ടുന്ന ഭക്തജനങ്ങൾ മെസ്സേജ് ചെയ്യുക 9342494941. ഗുരുവായൂർ മഞ്ജരീസിൻ്റെ നമ്പറാണ്. ഇതിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാമായണം കൊണ്ടുള്ള തുലാഭാരം, ഇതൊക്കെ ചെയ്യുന്നത് കർക്കിടക മാസം പൊതുവേ അറിയാമല്ലോ, പല നമ്മുടെ ദുരിതങ്ങളൊക്കെ മാറാൻ ഏറ്റവും ഉത്തമ മാസമാണ്. എല്ലാ ദിവസവും രാമൻ്റെ നാമം ഭജിക്കുക. ആ സമയത്ത് നമ്മൾ ശ്രീലങ്ക ആരുടെ കീഴിലായിരുന്നു? രാവണൻ്റെ കീഴിൽ തന്നെയായിരുന്നു. രാവണൻ്റെ കീഴിൽ തന്നെയാണ്. ശ്രീലങ്കയെക്കുറിച്ച് വേറൊരു സംഭവം കൂടെ ഉണ്ട്. ഓക്കെ, അത് ഞാൻ നാളെ പറയാം. വളരെ രഹസ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് യഥാർത്ഥത്തിൽ ശ്രീലങ്ക എന്ന് പറയുന്നത് മഹാദേവൻ്റെ സ്ഥലമായിരുന്നു. മഹാദേവനിൽ നിന്ന് അത് തട്ടിയെടുക്കുകയായിരുന്നു രാവണൻ്റെ അച്ഛൻ. അന്നേരം പാർവതി ദേവി ശപിച്ചിരുന്നു, നിങ്ങൾ ഒരിക്കലും ഇവിടെ സമാധാനത്തോടെ ഇരിക്കത്തില്ലെന്ന് പറഞ്ഞു. മനസ്സിലായത്? ആ ഒരു ശാപമാണ് അവിടെ കണ്ടിന്യൂ ആയത്. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം നാളത്തെ സത്സംഗത്തിൽ. അന്നേരം രാമായണം വേണ്ടുന്ന ഭക്തജനങ്ങൾ ഗുരുവായൂർ മഞ്ജരീസിൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക കേട്ടോ. 9342494941 ഈ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി. രാമായണം കൊണ്ട് തുലാഭാരം കർക്കിടക മാസത്തിൽ ഏറ്റവും ഉത്തമമാണ്. ഇതൊന്നും വെറുതെ പറയുന്നതല്ല കേട്ടോ, ഈ സെയിൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഇത് സത്യമാണ്. കാരണം രാമായണം എന്ന് പറയുന്നത് അതായത് ഭൂമണ്ഡലം ഭരിച്ചത് ദശരഥനായിരുന്നു. പിന്നെ രാവണൻ്റെ ആ ഒരു ഭാഗം എങ്ങനെ വന്നു എന്നാണ്. അന്നേരം അത് നല്ലൊരു ചോദ്യമാണ്. അശ്വമേധ യജ്ഞത്തിൻ്റെ ആ സമയത്ത് എന്തോ രാവണൻ മുടക്ക് സൃഷ്ടിച്ചില്ല. കാരണം രാവണൻ നല്ല ബിസി ആയിരുന്നു. രാവണൻ ദേവലോകത്തായിരുന്നു. ദേവലോകത്തിലുള്ള ദേവന്മാരെ കൊണ്ട് തൂക്കുക, പാചകം ചെയ്യിപ്പിക്കുക, അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യിപ്പിക്കുമായിരുന്നു. അദ്ദേഹം സിംഹാസനത്തിൽ ഇരുന്നിട്ട് ദേവന്മാരെ കൊണ്ട് ഓരോ ജോലികൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന ന്യൂസൊന്നും അദ്ദേഹത്തിന് എത്തിയിട്ടില്ല. അതായിരിക്കും കാരണം. അതുകൊണ്ടാണ് മെയിൻലി അതായത് പൊതുവേ ആ അശ്വമേധം നടക്കുന്ന സമയത്ത് ആ കുതിരയെ പിടിച്ചു നിർത്തണമല്ലോ, അതാണ് മെയിൻ സംഭവം. പിന്നെ രാവണൻ്റെ നോട്ടത്തിൽ മനുഷ്യർ എന്ന് പറയുമ്പോൾ അത്ര വലിയ വിഷയമൊന്നുമല്ല. അതൊക്കെ കൊണ്ടാണ് രാവണൻ ദേവലോകമൊക്കെ ഭരിച്ചിരുന്നു എങ്കിലും അതേ സമയത്ത് തന്നെ പല പല രാജാക്കന്മാരും ഉണ്ട്. അന്നേരം രാവണൻ അതൊരു വിഷയമായിട്ട് കണ്ടു കാണത്തില്ല. അതാണ് മെയിൻ സംഭവം. മനസ്സിലായി? അദ്ദേഹം അവിടെ ദേവലോകമൊക്കെ അവിടുത്തെ ദേവന്മാരെയൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് സംഭവം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കർക്കിടക മാസത്തോടനുബന്ധിച്ച്
രാമായണം വേണ്ടുന്ന ഭക്തജനങ്ങൾ, ഗംഗാജലം വേണ്ടുന്ന ഭക്തജനങ്ങൾ ഗുരുവായൂർ മഞ്ജരീസിൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാം. ഇത് നാളെ 7 മണിക്ക് അതിരസകരമായിട്ടുള്ള, രോമാഞ്ചകരമായിട്ടുള്ള, താടകീയമായിട്ടുള്ള 16 വയസ്സുള്ള ശ്രീരാമൻ്റെ യുദ്ധം നമുക്ക് കാണാൻ പറ്റും, അല്ലേ? ശ്രവണത്തിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗംഗാജലം എന്തിനു ഉപയോഗിക്കാം? ഗംഗാജലം ഇപ്പോൾ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും അശുദ്ധി വരുമ്പോൾ ഗംഗാജലം കുടയാം. പിന്നെ നമ്മൾ ഭഗവാന് വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളമില്ല, അതിൽ ഇതൊരു തുള്ളി ഇടാം. പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന ഭക്ഷണം, അല്ലേ, നിവേദിക്കാൻ പറ്റുന്ന സാഹചര്യം അല്ലെങ്കിൽ ആ വെള്ളം കുടഞ്ഞാൽ അത് പ്രസാദമായി, കാരണം ഭഗവാന്റെ പാദം സ്പർശിച്ച വെള്ളമല്ലേ. പിന്നെ ആ ഗംഗാജലം നമ്മൾ പുറത്തു പോകുമ്പോൾ കൂട്ടത്തിൽ കൊണ്ടു നടക്കാം. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുകയാണെങ്കിൽ ആ ഭക്ഷണം പല അപൂർണതകളും അശുദ്ധിയും കൊണ്ടായിരിക്കും ഉണ്ടാക്കുന്നത്. അന്നേരം ആ ഗംഗാജലം തളിച്ചു കഴിഞ്ഞാൽ അത് ശുദ്ധമായി. ആ ഒരു ഗംഗാജലത്തിൻ്റെ സ്പർശനത്താൽ ആ ഭക്ഷണവും പരിശുദ്ധീകരിക്കപ്പെടും. പിന്നെ ഗംഗാജലം എപ്പോഴും കൂട്ടത്തിൽ കൊണ്ടു നടക്കുന്നത് നല്ലതാണ്. ഗംഗാജലം നമ്മൾ തിലകം ഇടുന്ന ജലമില്ലേ, അതിൽ ഗംഗാജലത്തിൻ്റെ വെള്ളം കുറച്ച് തിളപ്പിക്കാം. എന്നിട്ട് ആ ഗംഗാജലത്തിൻ്റെ അത് വെച്ച് തിലകം ചെയ്യാം. ഗംഗാജലം പവിത്രമാണ്, മനസ്സിലായില്ലേ? അന്നേരം മരിക്കുമ്പോൾ തീർത്ഥമായിട്ട് കൊടുക്കാം, അത് ശരിയാണ്, അങ്ങനെയും ചെയ്യാം. പക്ഷെ ദൈനംദിന ജീവിതത്തിൽ ഗംഗാജലം എപ്പോഴും ഉപയോഗിക്കാം, മനസ്സിലായില്ലേ? മരിക്കുമ്പോൾ എന്താണ് കൊടുക്കുന്നത്? രാവിലെ പറഞ്ഞ പോലെ ജീവിതകാലം മുഴുവൻ ഗംഗയെ സ്പർശിച്ചില്ല, അതുകൊണ്ട് നിത്യേന ഗംഗാജലമായിട്ട് നമുക്ക് ഒരു സ്പർശനം ഏറ്റവും ഉത്തമമാണ്, മനസ്സിലായില്ലേ? പൊതുവേ പൂജാതി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഗംഗാജലം ഇല്ലെങ്കിൽ ആ ഒരു ആചമനം ചെയ്യുന്ന ആ പാത്രത്തിൽ ഗംഗാദേവി ആവാഹിക്കും, അഭ്യർത്ഥിക്കും. ഗംഗാദേവി പറഞ്ഞു, ഗംഗയെ യമുനയെ ചെയ്യുക ഗോദാവരി നർമ്മദേ സിന്ധു കാവേരി ജല അസ്മിൻ സന്നിധി ഗുരു എന്ന് പറഞ്ഞ മന്ത്രത്തോടു കൂടി ഗംഗയെ ദേവിയെ ആവാഹിക്കും എന്നുള്ളതാണ്. കാരണം ഗംഗ പവിത്രമാണ്. ഗംഗാജലവും തുളസിയും കൂടെ ചേർത്ത് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച ഭഗവാൻ വലിയ സന്തുഷ്ടനാണ്. ഗംഗ വളരെ പ്രിയപ്പെട്ടതാണ്. ഗംഗയെക്കാട്ടിയും പ്രിയപ്പെട്ടത് കൃഷ്ണന് യമുനയാണ്. പക്ഷെ യമുനാജലം അങ്ങനെ അങ്ങ് ഉപയോഗിക്കാൻ പാടില്ല. ഗംഗാജലം നമുക്ക് ഉപയോഗിക്കാം. യമുനാജലം വൃന്ദാവനത്തിലാണ്, എന്നിട്ട് നമുക്ക് നമസ്കരിക്കാം യമുനാജലത്തെ. തീർത്ഥമാണ്, പരമതീർത്ഥമാണ്. ഗംഗാജലം നമ്മുടെ പൂജാതി കർമ്മങ്ങളിലൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, ഏറ്റവും പവിത്രമാണ്. നമ്മുടെ കുക്ക് ചെയ്യുന്ന ഭക്ഷണത്തിൽ ഗംഗാജലം തളിക്കാം, ഭഗവാന് നിവേദിക്കുന്നതിന് മുമ്പേ സമർപ്പിക്കാം. പിന്നെ അമ്മമാർ പീരിയഡ്സ് ആയതിനു ശേഷം കുളിച്ചതിന് ശേഷം തളിക്കുമ്പോൾ പരിശുദ്ധമായി. അത്രയേ ഉള്ളൂ. ഓക്കെ, അതൊക്കെയാണ്. അന്നേരം ഇന്ന് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീരാധാ ഭവന പുരാധീശൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്നേരം നാളെ രാവിലെ നമുക്ക് ബാക്കി ശ്രീരാമ ഭഗവാന്റെ ചരിത്രം ചർച്ച ചെയ്യാം. അന്നേരം ഞാൻ ഇന്ന് പറഞ്ഞ പോലെ രാമായണം വേണ്ടുന്ന, വാൽമീകി രാമായണം വേണ്ടുന്ന ഭക്തജനങ്ങൾക്ക് തീർച്ചയായിട്ടും ഓർഡർ ചെയ്യാവുന്നതാണ് ഗുരുവായൂർ മഞ്ജരീസിൽ നിന്ന്. രാമായണം കൊണ്ട് തുലാഭാരമുണ്ട്. പിന്നെ ഭക്തർക്ക് ഗിഫ്റ്റ് കൊടുക്കാം, ദാനമായിട്ട് കൊടുക്കാം. കർക്കിടക മാസത്തോടനുബന്ധിച്ച് ഇപ്പോഴേ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം ആ മാസം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വലിയൊരു സർപ്രൈസ് വരുന്നുണ്ട്. അതിപ്പോൾ ഞാൻ പറയുന്നില്ല, അതുകൊണ്ട് ഇപ്പോഴേ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇന്ന് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഇനി നാളെ രാവിലെ 7 മണിക്ക് നോക്കാം.